കർത്താവ് എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് യേശുവിൻ്റെ സാക്ഷിയായിട്ട് ഞാൻ മാറും, യേശുവിൻ്റെ സാക്ഷിയായിട്ട് ഞാൻ മാറും. അതുകൊണ്ട് കർത്താവ് പറയുന്നത്, എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടുത്തേണ്ടതിന് ചെയ്തു തരും. ആമേൻ. ദൈവ മക്കളാകുവാൻ നമുക്ക് അവകാശം ലഭിച്ചു. നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവത്തിൻ്റെ മക്കളുടെ പ്രത്യേകത ഞാൻ പറയാം. ദൈവത്തിൻ്റെ മക്കൾ യേശുക്രിസ്തു പറഞ്ഞു, യേശുക്രിസ്തു മുഖാന്തിരമാണ് നാം ദൈവത്തോട് അടുത്തത്. അപ്പം നമ്മൾ യേശുക്രിസ്തു മുഖാന്തിരം എങ്ങനെയാണ് ദൈവത്തോട് അടുത്തത്? യേശുവിനെ കൈക്കൊണ്ട്. നമ്മൾ ഓർത്തോ, കൊല്ലത്തും കോട്ടയത്തും എറണാകുളത്തും ലോകത്തിൻ്റെ ഏതെങ്കിലും കൂടിയിരുന്നുകൊണ്ട് യേശുവിൻ്റെ കർത്താവെന്ന് വായുകൊണ്ട് പറഞ്ഞു. ആരൊക്കെയോ പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥനക്കാരുടെ പുറകെ പോയി നാണക്കേടെന്നൊക്കെ പറഞ്ഞപ്പോൾ ബൈബിൾ പറഞ്ഞു, യേശുക്രിസ്തു മുഖാന്തിരം നമ്മൾ ദൈവത്തോട് കണക്റ്റഡായിരിക്കുന്നു. എബ്രായ ലേഖനം പറഞ്ഞു, ദൈവവുമായിട്ട് ബന്ധത്തിൽ വന്നിരിക്കുന്നു. ഒന്ന് ആലോചിക്കുക, നമ്മൾ ചോദിച്ചാൽ ഇനി സ്വർഗത്തിൽ നിന്ന് നന്മ വരും. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങൾ ഇതുവരെ എൻ്റെ നാമത്തിൽ ചോദിക്കുന്നില്ല. യേശു പറഞ്ഞത് കണ്ടോ, നിങ്ങൾ എൻ്റെ കൂടെ നടന്ന് അപ്പം കഴിച്ചുകൊണ്ടിരിക്കുക, എൻ്റെ നാമത്തിൽ ഇനി ചോദിക്കണം. കേട്ടോ, അതുവരെ ശിഷ്യന്മാർ യേശു എന്തെല്ലാം തരുന്നു അത് മേടിച്ചുകൊണ്ട് അവരെന്ത് ചെയ്യുക? ഉള്ളത് കൊണ്ട് ഓണം പോലെ നമ്മൾ പറയത്തില്ലേ, പഴഞ്ചൊല്ല് പറയത്തില്ലേ, അങ്ങനെ അങ്ങ് ജീവിക്കുക. നമ്മുടെ നാട്ടിലൊക്കെ ആൾക്കാർ പഴഞ്ചൊല്ല് പറയുന്നത് പോലെ. പക്ഷേ ശിഷ്യന്മാരോട് കർത്താവ് പറയും, ഇത് പറ്റത്തില്ല ഈ പരിപാടി. നിങ്ങൾ എൻ്റെ നാമത്തിൽ ഇനി മുതൽ ചോദിക്കണം. നിങ്ങൾ ഇനി മുതൽ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുമ്പം ഞാൻ എന്ത് ചെയ്യുമെന്നറിയാവോ? പിതാവ് പുത്രനിൽ മഹത്വപ്പെടുത്തേണ്ടതിന് ചെയ്തു തരും. അതുകൊണ്ട് ധൈര്യത്തോടെ എൻ്റെ നാമത്തിൽ ചോദിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ചോദിച്ചാൽ പിതാവ് അത് ടെസ്റ്റ് ചെയ്ത് തരാൻ വേണ്ടി പോവുക. യേശുവിൻ്റെ നാമത്തിൽ ധൈര്യമായിട്ട് നമുക്കൊരു നിമിഷം നമുക്ക് ഒന്ന് കൽപ്പിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഒന്ന് കൽപ്പിച്ച്, പിതാവ് യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ കൽപ്പിക്കുന്നു. ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന സകല ഭാരമായ വിഷയങ്ങളും, ഞങ്ങളുടെ മുമ്പിൽ ഇതുവരെ ഞങ്ങളുടെ മുമ്പിൽ ചോദ്യചിഹ്നമായ വിഷയങ്ങൾ, ഞങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ വെല്ലുവിളിയായി നിൽക്കുന്ന വിഷയങ്ങൾ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ കൽപ്പിക്കുന്നപ്പോൾ കർത്താവ് ഞങ്ങളുടെ സാക്ഷ്യമായി തീരട്ടെ. ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമം പറയുമ്പോൾ ആ ബുദ്ധിമുട്ടായി നിൽക്കുന്ന വിഷയങ്ങൾ, ആ ഭാരമായി നിൽക്കുന്ന വിഷയം ഒന്ന് കൽപ്പിച്ച്, യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിച്ച്, പിതാവേ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. യേശുവിൻ്റെ നാമത്തിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും ഒക്കെ മുഴങ്കാലൊക്കെയും മടങ്ങുമെന്ന് ബൈബിൾ പറയുന്നു. അങ്ങനെയെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ചോദിച്ച്, പിതാവേ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ചോദിക്കുന്നപ്പോൾ ഈ നിമിഷം തന്നെ ആ നാമത്തിൻ്റെ ശക്തി നിങ്ങളുടെ മേൽ മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവുക. ആ നാമത്തിൻ്റെ ശക്തി നിങ്ങളുടെ മേൽ പ്രവർത്തിക്കാൻ വേണ്ടി പോവുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ കൽപ്പിക്കുന്നപ്പോൾ ആ ഭവനങ്ങൾക്കകത്ത് തടസ്സമായി നിൽക്കുന്നത് യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നപ്പോൾ ഈ നിമിഷം തന്നെ ശരീരത്തിൻ്റെ മേൽ രോഗമിട്ട് വേദനയിട്ട് നിൽക്കുന്നത് ഒന്ന് കൽപ്പിച്ച് യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ കൽപ്പിക്കുന്നപ്പോൾ ഇപ്പോൾ തന്നെ അധികാരത്തെ ഞങ്ങൾ ഉപയോഗിക്കുന്നപ്പോൾ യേശു പറഞ്ഞതുപോലെ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇന്ന് കർത്താവേ അടഞ്ഞ വഴികൾ തുറന്നു വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അടഞ്ഞ വഴികൾ തുറന്നു വരട്ടെ. ഭാവിയുടെ വാതിൽ അടഞ്ഞു പോയത്, തലമുറകൾക്ക് മുമ്പിൽ അടഞ്ഞു പോയത്, കുടുംബ ജീവിതത്തിൻ്റെ അകത്ത് നഷ്ടപ്പെട്ടത് മടങ്ങി വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നപ്പോൾ നാളുകളായി പ്രാർത്ഥിച്ചിട്ട് മടുത്തുപോയ വിഷയങ്ങൾ അത്ഭുതമായി തീരുവാൻ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ വേദനയൊക്കെ ഉള്ളവരെന്ന് കൽപ്പിച്ച ശരീരത്തെ നോക്കിയിട്ട് കൽപ്പിക്കാൻ വേണ്ടി പോവുക. ഇപ്പോൾ തന്നെ കൈയെടുത്ത് വെച്ച് യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നപ്പോൾ ഇപ്പോൾ തന്നെ വേദനകൾ, രോഗബന്ധനങ്ങൾ, ശരീരങ്ങൾ വിട്ട് യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നത് ഇറങ്ങിപ്പോ. യേശുവിൻ്റെ നാമത്തിൽ ഇറങ്ങിപ്പോട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നപ്പോൾ കർത്താവ് സകല ദുരാത്മ പ്രവർത്തികളെയും കുടുംബത്തിൻ്റെ മേൽ സമാധാനം കൊടുക്കാതെ, സ്വസ്ഥത കൊടുക്കാതെ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ കൽപ്പിക്കുന്നപ്പോൾ ഇപ്പോൾ തന്നെ നിമിഷം തന്നെ അവരുടെ സമാധാനത്തെ കെടുത്തുന്ന, അവരുടെ സ്വസ്ഥതയെ കെടുത്തുന്ന, അവരുടെ നന്മയെ കളയുന്ന എല്ലാத்தைയും ഞങ്ങൾ ഇപ്പോൾ കൽപ്പിക്കുന്നപ്പോൾ ഞങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണപ്പോൾ. ഞങ്ങളെ തിരിച്ചറിവോടെ ഇപ്പോൾ കൽപ്പിക്കുന്നപ്പോൾ യേശുവിൻ്റെ സ്വർഗത്തിൽ നിന്ന് നന്മ വരാൻ വേണ്ടി പോവുക. സ്വർഗത്തിൽ നിന്ന് നന്മ തുറക്കാൻ വേണ്ടി പോവുക. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ കൽപ്പിക്കുന്നപ്പോൾ സറാഫാത്തിലെ വിധവയുടെ ഭവനത്തിലേക്ക് വറ്റാത്ത കർത്താവേ, നിലയ്ക്കാത്ത കർത്താവേ, കലത്തിലെ മാവും എണ്ണയും വന്നതുപോലെ യേശുവിൻ്റെ നാമത്തിൽ ഭവനങ്ങളുടെ മേൽ നിറവുകൾ ഉണ്ടാകട്ടെ. അവരുടെ ജീവിതത്തിൽ ആ സാമ്പത്തിക മേഖലയ്ക്കകത്ത് കുരുങ്ങി കിടക്കുന്ന കുരുക്കുകൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ എത്ര അധ്വാനിച്ചാലും ശേഷിപ്പുണ്ടാകാതെ ലഭിക്കുന്ന നന്മ മൊത്തവും കാർന്നു തിന്നുന്ന എല്ലാ അനുഭവങ്ങളും ഇപ്പോൾ യേശുവിനെ അത് കൽപ്പിക്കുന്നപ്പോൾ വിട്ടുമാറട്ടെ. നന്മയുണ്ടാകട്ടെ, നന്മയുണ്ടാകട്ടെ. അറക്കാനും മുടിക്കാനും മോഷ്ടിക്കാനും കയറിക്കൂടിയ സകല പിശാചുക്കളെയും യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്ന ഇറക്കി വിടുന്ന ഞങ്ങൾ കർത്താവേ. ആ ഭവനങ്ങളുടെ മേൽ അഭിഷേകത്തിൻ്റെ അഗ്നി വ്യാപരിക്കട്ടെ. ഭവനങ്ങളുടെ മേൽ അഭിഷേകത്തിൻ്റെ അഗ്നി വ്യാപരിക്കട്ടെ. ഇൻ
ഇൻ ദ നെയിം ഓഫ് ജീസസ്. പരിശുദ്ധാത്മാവേ, ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നപ്പ. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ നാമത്തിൽ ബൈബിൾ പറഞ്ഞ പോലെ പിതാവിനോട് ചോദിക്കുന്നതൊക്കെ ലഭിക്കും. ഇന്ന് ചോദിച്ചേ, യേശുവിൻ്റെ നാമത്തിൽ ചോദിച്ചേ, ഇപ്പോൾ തന്നെ സംഭവിക്കാം. ബന്ധനങ്ങൾ, രോഗങ്ങൾ, വേദനകൾ യേശുവിൻ്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യുന്നപ്പോൾ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറഞ്ഞൊരു ലോറൻസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തിൻ്റെ മേൽ കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നു. ലോറൻസിൻ്റെ ഭവനം ഏതാണോ, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ആ കുടുംബത്തിൻ്റെ മേൽ കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെടുക. ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ആ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട ഏതാണോ കുടുംബം, ഇപ്പോൾ തന്നെ കർത്താവ് യേശുവിൻ്റെ പ്രവൃത്തി അവിടെ സംഭവിക്കുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്. അത് യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പറഞ്ഞു സ്വീകരിച്ചു. കർത്താവ് ഇന്ന് ആ ഭവനത്തെ തൊടുക. ഓ ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. താങ്ക് യു ഹോളി. പറഞ്ഞു സിസ്റ്റർ. എന്റെ സഹോദരന്റെ വീടാണ് ലോറൻസ്. ഇന്ന് ആ ഭവനത്തെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ സിസ്റ്റർ എന്നെ കാണുന്നൊരു കാഴ്ച തടസ്സമായി എനിക്ക്. നിങ്ങളിലൂടെ നിങ്ങളിലൂടെ കർത്താവ് ആ ഭവനത്തെ തൊടാൻ വേണ്ടി പോവുക. ഇന്ന് ആ ഭവനത്തിൻ്റെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയെ ദൈവം ചെയ്യാൻ വേണ്ടി പോവുക. ഇന്ന് ആ കുടുംബത്തിൻ്റെ മേൽ സമാധാനത്തെ കെടുത്തി ആ കുടുംബത്തിൻ്റെ വഴികളെ അടച്ച ഒരു സകല പിശാചിൻ്റെ പ്രവൃത്തിയും ഇന്ന് ആ കുടുംബത്തിനോട് പ്രാർത്ഥിച്ചോണേ. നിങ്ങളിലൂടെ ദൈവം സാക്ഷ്യം തുറക്കാൻ വേണ്ടി പോവുക. ആമേൻ പറഞ്ഞ് സിസ്റ്റർ സ്വീകരിച്ചോ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നപ്പോൾ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നപ്പ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഭവനങ്ങൾ വിടിവിക്കപ്പെടുന്നല്ലോ കർത്താവ് യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്. കർത്താവിൻ്റെ വലിയ പ്രവൃത്തി ഇപ്പോൾ സംഭവിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നപ്പ. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഈ ഓഗസ്റ്റ് 15 ജനിച്ച ഒരു കുടുംബത്തെ ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിക്കുക. ഞാൻ ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു ചെടി ഇങ്ങനെ പൂക്കുന്നത് പോലെ ഒരു കാഴ്ച കർത്താവ് എന്നെ കാണിക്കും. ചെടി ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത് പോലെ. മകള് ജനിച്ചല്ല, ഒരു ചെടി ഇങ്ങനെ സിസ്റ്ററെ പൂത്ത് നിൽക്കുന്നത് പോലൊരു കാഴ്ച ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. മഞ്ഞ കളറിലെ ഒരു ചെടി ഇതിങ്ങനെ പൂത്ത് നിൽക്കുന്ന ഒരു കാഴ്ച കർത്താവ് എന്നെ കാണിക്കുക. അങ്ങനെ ഇതൊരു അടയാളമായി കർത്താവ് ഒരു ഭവനം എന്നെ കാണിക്കുക. അങ്ങനെ അതായത് ഈ വീടിൻ്റെ മുമ്പിൽ തന്നെ ഈ ചെറിയ ഇതളുകളുള്ള ഒരു മഞ്ഞ കളറിലെ പൂക്കൾ അതിങ്ങനെ വിടർന്ന് നിൽക്കുന്ന ഒരു ഭവനം. ആ ഭവനവുമായിട്ട് കണക്ട് ചെയ്ത് കർത്താവ് എൻ്റെ ഉള്ളത്തിൽ ഈ ദിവസങ്ങളിൽ പറയും, നിങ്ങൾ ഈ ഓഗസ്റ്റ് 15 ജനിച്ച ഈ തലമുറയുമായിട്ട്, ഈ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് ഈ പൂക്കൾ ഇങ്ങനെ നിൽക്കുന്ന ഒരു ഭവനം കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. ആ പൂക്കളുള്ള ഒരു ഭവനം, ആ ഭവനത്തിൽ നിന്നൊരു വ്യക്തി വന്ന് നിങ്ങളുടെ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു കാഴ്ച കാണിക്കുന്നു. ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ ഒരു പ്രവൃത്തിക്ക് വേണ്ടി ദൈവം നിങ്ങളെ വേർതിരിക്കാൻ വേണ്ടി പോവാമെന്ന് എൻ്റെ ഉള്ളത്തിൽ പറയുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. സിസ്റ്റർ, ഞാൻ ഈ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറയുന്നു, സജി എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായിട്ട് കണക്ട് ചെയ്ത് ദൈവം നിങ്ങളുടെ ഭവനത്തിലേക്ക് ഒരു സാക്ഷ്യം തുറക്കാൻ വേണ്ടി, പ്രത്യേകിച്ച് ഞാൻ ഈ പൂക്കളുള്ള ഒരു ഭവനമാണ് കാണുന്നത്. ആ അടയാളം ഒന്ന് ശ്രദ്ധിച്ചോണേ. കർത്താവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോവാന്നാണ് പറയുന്നത്. യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിച്ചോണേ. ആമേൻ പറഞ്ഞ് എടുത്തോണേ. കർത്താവിൻ്റെ വലിയ പ്രവൃത്തി അവിടെ സംഭവിക്കാൻ വേണ്ടി പോകുന്നു. താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ജസ്റ്റ് അത് സ്വീകരിച്ചോട്ടോ. കർത്താവിൻ്റെ നാമത്തിൽ വലിയ പ്രവൃത്തിക്ക് വേണ്ടി ദൈവം ഒരുക്കുക. താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി കർത്താവേ, നന്ദി യേശുവേ, നന്ദി കർത്താവേ. താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാൻ അതുപോലെ തന്നെ കർത്താവ് എൻ്റെ ഒരു കുടുംബത്തിൽ ഇങ്ങനെ കാണിക്കുന്നത്, അതായത് ഒരു തടിപ്പെട്ടി, പഴയ ഒരു തടിപ്പെട്ടി, ഒരു കറുത്ത കളറിലാണ് അതിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഇങ്ങനെ മരപ്പണിയുടെ കുറേ സാധനങ്ങൾ, ഒരു പിതാവ് ഉപയോഗിച്ച കുറേ മരപ്പണിയുടെ ഈ കൊട്ടുളിയും അങ്ങനെയുള്ള കുറേ സാധനങ്ങളും വെച്ചിരിക്കുന്ന ഒരു ഭവനം കർത്താവിനെ കാണും. ഇത് കറുത്ത കളറിലാണ് പെട്ടിയിരിക്കുന്നത്. തടി കൊണ്ടുള്ളൊരു പെട്ടിയാണ്. ഞാൻ ആ ഭവനത്തിൻ്റെ മേൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എൻ്റെ ഉള്ളത്തിൽ ഇങ്ങനെ പറയുന്നത്, ആ പിതാവിൻ്റെ കാലഘട്ടത്തിൻ്റെ അകത്ത് കയറിക്കൂടിയ ചില വിഷയങ്ങൾ ഭവനത്തിൻ്റെ അകത്തുനിന്നും ദൈവത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സാക്ഷ്യം തുറക്കാൻ വേണ്ടി പോവാണ്. എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറഞ്ഞ പിതാവുമായിട്ട് ബന്ധപ്പെട്ടൊരു സഹോദര ഭവനത്തിൽ നിന്നും കർത്താവിൻ്റെ സാക്ഷ്യം ആ സഹോദര ഭവനത്തിൻ്റെ അകത്തുനിന്നും, ആ സഹോദര ഭവനത്തിൽ ഞാൻ കാണുന്നത് ഈ പിതാവിൻ്റെ കുടുംബവും ആ പിതാവിൻ്റെ സഹോദര കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് ഈ വരുന്ന വ്യക്തിക്ക് 2 ആൺതലമുറയുള്ള ഒരു വ്യക്തിയാണ് ആ ഭവനത്തിലേക്ക് വരാൻ വേണ്ടി പോകുന്നത്. ആ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതവുമായിട്ട്, ഒരു സ്ഥലവുമായിട്ട്
ബന്ധപ്പെട്ട് ഒരു ദൈവ പ്രവൃത്തിക്ക് വേണ്ടി ദൈവം നിങ്ങളെ ഒരുക്കാൻ വേണ്ടി പോകാമെന്ന് പറയുന്നത്. ഇപ്പോൾ തന്നെ സ്വീകരിച്ചോണേ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ വലിയൊരു സാക്ഷ്യം ഇപ്പോൾ തുറക്കാൻ വേണ്ടി പോകുന്നു. നന്ദി യേശുവേ. ഇന്ന് ഏതാണോ ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടത്, ഏത് വ്യക്തിയാണോ, ഇപ്പോൾ തന്നെ സ്വീകരിച്ചോണേ കർത്താവിൻ്റെ സാക്ഷ്യം. ഈ പറഞ്ഞ പോലെ ആ വെച്ച ആ സാധനത്തിൻ്റെ ഉടമസ്ഥനായ പിതാവിൻ്റെ ഒരു സഹോദര ഭവനത്തിൽ നിന്നും 2 ആൺ തലമുറകളുള്ളൊരു വ്യക്തി ആ കുടുംബത്തിൽ നിന്ന് വരും, നിങ്ങളുടെ ഭവനത്തിലേക്ക് വരാൻ വേണ്ടി പോകുന്നു. ആ വ്യക്തി സംസാരിക്കുന്ന ചില വാക്കുകൾ സ്ഥലവുമായിട്ടൊരു ഇടപാടുകളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് സ്വീകരിച്ചോണേ. കർത്താവിൻ്റെ വലിയൊരു സാക്ഷ്യത്തെ ദൈവം തുറക്കാൻ വേണ്ടി പോകുന്നു. ഈ നിമിഷം തന്നെ നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഏത് കുടുംബമാണോ, സൂമിലായിക്കോട്ടെ ലൈവിലായിക്കോട്ടെ, ഇപ്പോൾ തന്നെ സ്വീകരിച്ചോണേ. കർത്താവിൻ്റെ വലിയൊരു സാക്ഷ്യത്തെ ദൈവം തുറക്കാൻ വേണ്ടി പോകുന്നു. നന്ദി പറഞ്ഞു. ബ്രദറെ, ആ തടിപ്പെട്ടിയില് മരപ്പണി സാധനങ്ങളിലുള്ളത് ഞങ്ങളെ വീടാണ് ഫസ്റ്റ്. ഞങ്ങളെ വീടാണ്. ഈ ഭവനത്തിലാണ് ഇരിക്കുന്നത്. ഉണ്ട്. ഞാൻ ഒരുപാട് സാധനങ്ങളുണ്ട്. ഈ കറുത്ത വെട്ടി തന്നെയാണ് സിസ്റ്റർ ഇരിക്കുന്നത്. ഇതിന്റെ അകത്ത് സാധനമൊക്കെ തന്നെ ഉണ്ട്. കുറെ സാധനങ്ങളുണ്ട് മരപ്പെട്ടി. ഇന്ന് സിസ്റ്റർ ഞാൻ കാണിക്കുന്നത് ആ പിതാവിന്റെ സഹോദര കുടുംബത്തിൽ നിന്നും 2 ആൺതലമുറകളുള്ള ഉണ്ട്. 2 ആൺതലമുറയുള്ള കുടുംബമുണ്ട്. ആ വ്യക്തി വന്നിട്ട് ഒരു സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വിഷയത്തിന്റെ അകത്ത് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി പോവാന്ന് കർത്താവിനോട് പറയുന്നു. ആ വിഷയത്തിന്റെ മേൽ ദൈവത്തിന്റെ ഒരു സമാധാനത്തെ കർത്താവ് ചെയ്യാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഓ യേശുവിന്റെ നാമത്തെ ഞാൻ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇത് ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ദൈവപ്രവൃത്തി അവിടെ സംഭവിക്കുന്നു സിസ്റ്ററെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഞാൻ ഈ പറഞ്ഞ പേരൊന്ന് കുറിച്ച് വെച്ചോണേ. അജേഷ് എന്ന് പറയുന്ന ഒരു പേരെന്ന് കുറിച്ച് വെച്ചോണേ. കർത്താവിൻ്റെ ഒരു പ്രവൃത്തിക്ക് വേണ്ടി ദൈവം ആ പേരുകാരനെ ദൈവം നിങ്ങളുടെ ലൈഫിലേക്ക് ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി പോവാ കേട്ടോ. അന്ന് കുറിച്ച് വെച്ചോ, ഒന്ന് കുറിച്ച് വെച്ചോ പേര് കേട്ടോ. ഓ യേശുവിന്റെ നാമത്തിൽ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു സിസ്റ്റർ. ആ പേരെന്ന് കുറിച്ച് വെച്ചോണേ. ദൈവത്തിന്റെ ഒരു സാക്ഷി ഇപ്പം അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. ഇല്ലെങ്കിൽ ആ പേരെന്ന് കുറിച്ച് വെച്ചോണം. ആ വ്യക്തിയും നിങ്ങളുടെ ലൈഫിൻ്റെ അകത്ത് ഒരു മുഖാന്തരം കേട്ടോ. ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി യേശുവേ, നന്ദി കർത്താവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. എല്ലാവരും പ്രാർത്ഥിക്കൂ. പരിശുദ്ധാത്മാവേ, അങ്ങ് തൊടുന്നല്ലോ. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്ന ഒരു യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി ഒന്ന് ഉപയോഗിച്ച് ഇന്ന് പറയണേ, സൗഖ്യം എൻ്റെ അവകാശമാണെന്ന് പറ. ഒരു ഡിമാൻഡും ഇല്ല. കർത്താവ് എനിക്ക് വേണ്ടി ക്രൂശിൽ വില കൊടുത്തതാണ്. വിളിച്ചു പറഞ്ഞു, ഞാൻ ഈ വേദന കൊണ്ട് പൊളയാൻ വേണ്ടി അല്ല. യേശു എനിക്ക് വേണ്ടി ആ റോമൻ ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ വേദന കൊണ്ട് പൊളഞ്ഞു. അവരടിച്ച സമയത്ത് യേശു പ്രതികരിക്കാതെ മുഴുവൻ വേദനയും സഹിച്ചത് എൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയാണ്. എൻ്റെ വേദനയിൽ നിന്നും എനിക്ക് പുറത്തു വരാൻ വേണ്ടി ഇപ്പോൾ തന്നെ കൽപ്പിച്ച് യേശുവിൻ്റെ നാമത്തിൽ. ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അതോടൊപ്പം തന്നെ കർത്താവിൻ്റെ ഒരു പൊന്നച്ചൻ എന്ന് വിളിക്കുന്ന ഒരു വ്യക്തിയുടെ ഭവനം, അങ്ങനെ ഒരു വിളിപ്പേര്, അത് ഒഫീഷ്യൽ നെയിമാണോ അത് വിളിപ്പേരാണെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ പൊന്നച്ചൻ്റെ മകളുടെ ജീവിതത്തിൻ്റെ അകത്ത് ഇങ്ങനൊരു വാക്ക് കേൾക്കുവാണ്. ആ പിതാവിൻ്റെ ഭവനം ചേർത്ത് പറയുന്നതിൻ്റെ അകത്തൊരു കാരണമുണ്ട്. ആ പിതാവിൻ്റെ കാലത്താണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് ഒത്തിരി തകർച്ചകളും നഷ്ടങ്ങളും സംഭവിച്ചത്. ഒത്തിരി തകർച്ചയിലൂടെ കടന്നുപോയൊരു സമയമാണ് ആ പിതാവിൻ്റെ സമയം. എല്ലാം നഷ്ടപ്പെട്ട് ഒത്തിരി സങ്കടപ്പെടേണ്ട ഒരു അവസ്ഥയായിരുന്നു. എന്നാൽ പിതാവിൻ്റെ തലമുറയിലേക്കും അത് ബാധിച്ചു. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ആ വിളിപ്പേരുള്ള ആ വ്യക്തിയുടെ ഭവനം ഏതാണോ ഇപ്പോൾ തന്നെ സ്വീകരിച്ചു. ഇന്ന് കർത്താവിൻ്റെ തലമുറയാണ് നിങ്ങൾ. യേശുവിൻ്റെ നാമം ദൈവത്തെ വിളിക്കുന്നവൻ ഒരു നന്മയ്ക്ക് ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തോണേ. ദൈവത്തിൻ്റെ നാമം ആ കുടുംബത്തിൻ്റെ മേൽ പ്രവർത്തിക്കാൻ വേണ്ടി പോകും. ദൈവത്തിൻ്റെ ശക്തി ആ ഭവനത്തിൻ്റെ മേൽ ഇപ്പോൾ വെളിപ്പെടാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ നാമത്തിൽ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിക്കുന്നപ്പോൾ കർത്താവിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തി അവിടെ സംഭവിക്കുന്നല്ലോ. അത്ഭുതകരമായ പ്രവൃത്തിക്കായി സ്തുതിക്കുന്നല്ലോ. അത്ഭുതകരമായ നന്മകൾക്കായി ഞങ്ങൾ സ്തുതിക്കുന്നല്ലോ. നന്ദി യേശുവേ, നന്ദി കർത്താവേ. താങ്ക് യു ജീസസ് ക്രൈസ്റ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ 2 പേരുകൾ കർത്താവ് എന്നെ കാണിക്കുവാണേ. ഒന്ന് തന്നെ ഷീലയെന്നും കാണിക്കുന്നു, ഷീബയെന്നും കാണിക്കുന്നു. ഈ 2 പേരുകളുള്ള ഭവനം, ഷീല, ഈ 2 പേരുകളുമായിട്ട് ബന്ധപ്പെട്ട് കുടുംബത്തെ കർത്താവ്, ഷീല മാത്രമല്ല ഷീബയും കൂടെ ഉണ്ട്. അടയാളം അതാണ്. ഷീലയും ഷീബയുമുള്ള ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുമ്പോൾ ഈ ദിവസങ്ങളിൽ നിങ്ങളൊരു തലമുറയുടെ വിഷയത്തിൽ ഭയങ്കരമായി സങ്കടപ്പെടുവാണ്. എന്നാൽ ഇന്ന് ആ കുടുംബത്തിൻ്റെ അകത്ത് എന്റെ വീട് എന്റെ അമ്മയാ ഷീല, ഞാൻ ഷീബയാ.
ഓ, ഇന്ന് തലമുറയുമായിട്ട് ബന്ധപ്പെട്ട സിസ്റ്റർ വലിയൊരു സങ്കടത്തിൻ്റെ അകത്ത് മോൾക്ക് കടന്നു പോകും. പോകാനെ കൊണ്ട് തടസ്സം നിൽക്കുക ബ്രദറെ മോൾക്ക് ഇപ്പം ജർമ്മനിക്ക് ബ്രദറെ പോകാൻ ഞാൻ ഞാനാണ് പറഞ്ഞായിരുന്നല്ലോ. ഷീബ. ഒരു മിനിറ്റ് ബ്രദറെ ഒരേ ആലോചന ഞാനാണ് വരുന്നുണ്ട്. ഷീബ. ആ, ഒരേ ബ്രദറെ ഞാനാണ് ഷീബ. എന്റെ ചേച്ചിയാണ് ഷീല. ഓക്കെ. ഷീലയുടെ ഈ മോള് വിവാഹം കഴിഞ്ഞ പ്രശ്നത്തിലാണ്. ഒന്ന് കേട്ട് ഞാൻ അടുത്തൊരു അടയാളം കൂടെ പറയാം, എന്നിട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി. എന്നിട്ട് പറയാം, ഒരേ ആലോചന ഒരേപോലെ വരുമ്പോൾ എൻ്റെ ഉള്ളത്തിൽ കർത്താവിൻ്റെ ഒരു ഡിസംബർ മാസവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വ്യക്തിയുടെ ജനനമുള്ള ഒരു കുടുംബവും കൂടെ കർത്താവ് എന്നെ കാണിച്ചു തരുക. ഇന്ന് ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട കുടുംബം ഏതാണോ, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് സ്വീകരിച്ചോണേ. കർത്താവെ, അങ്ങയുടെ വലിയ പ്രവൃത്തി അവിടെ സംഭവിക്കാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന. അപ്പോൾ ആ ഭവനം ഏതാണോ ഇപ്പോൾ തന്നെ സ്വീകരിച്ചോണേ. ആമേൻ പറഞ്ഞ് ആ ദൈവ പ്രവൃത്തിയെ സ്വീകരിച്ചോണം. കർത്താവ് നിങ്ങളുടെ ഭവനത്തിൻ്റെ മേൽ വലിയ പ്രവൃത്തിയെ ഇപ്പോൾ ചെയ്യുവാൻ വേണ്ടി പോകുന്നു. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. പറഞ്ഞു പറയാൻ വേണ്ടിയാണ് വീണ്ടും. എന്റെ മകൾ ഫ്രീ ബാക്കി ആര് പറഞ്ഞു പൊന്നച്ചൻ കേട്ടില്ല. പറഞ്ഞ ആലോചന പറഞ്ഞു. എന്റെ ഹസ്ബൻഡാണ്, എന്റെ മകളാണ്, മകളുടെ വിഷയത്തിന്മേലാണ്. ഒരു മിനിറ്റ്. പൊന്നച്ചെന്ന് പറയുന്നത് ഇടയ്ക്ക് സംസാരിക്കുന്നു. എന്റെ ഹസ്ബൻഡാണ്. പറഞ്ഞു. പൊന്നച്ചൻ എന്ന് പറയുന്നത് എന്റെ ഹസ്ബൻഡാണ്. മകളുടെ കാര്യത്തിൽ വേണ്ടി ദൈവം പ്രവർത്തിക്കുന്നു പറഞ്ഞാൽ ഞാൻ സ്വീകരിക്കുന്നു പാസ്റ്ററെ. അത് ഏറ്റെടുത്തോ. പൊന്നച്ചൻ്റെ മോള്. ചായൻ്റെ ഒറിജിനൽ പേരാണോ അതോ വിളിപ്പേര് വല്ലതാണോ? ശരിക്കുള്ള പേരാണോ അത്? പൊന്നച്ചൻ എന്ന് വീട്ടിൽ വിളിക്കുന്നതാണ്. വർഗീസ് സാമുവൽ എന്നാണ്. ഓക്കെ, അതാ ഞാൻ ചോദിച്ചത്. എൻ്റെ ഉള്ളത്തിൽ അങ്ങനെ വന്നു. അത് ഒഫീഷ്യൽ പേരാണോ വിളിപ്പേരാണോ എനിക്ക് അറിയത്തില്ല. പക്ഷെ അങ്ങനെ ഒരു പേര് ഞാൻ ആ കുടുംബത്തിൽ കാണുക. പൊന്നച്ചൻ്റെ ഭവനത്തിൻ്റെ അകത്ത് പൊന്നച്ചൻ്റെ മകൾക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിക്കാൻ വേണ്ടി പോവാന്ന് പറഞ്ഞത് ഇന്ന് സ്വീകരിച്ച സിസ്റ്ററെ. ഇതുവരെ കാണാത്ത കുടുംബത്തിൽ ഒരു മനുഷ്യനും, പലരും നിങ്ങളെ തഴഞ്ഞിട്ടിരിക്കുകയാണ്. പക്ഷെ കർത്താവിൻ്റെ ഉള്ളത്തിൽ പറയുന്നു, ആ കുടുംബക്കാർ എല്ലാം നടുവിൽ തമ്പുരാൻ നിങ്ങളെ മാനിക്കാൻ വേണ്ടി പോവാണ്. ആ പ്രത്യേകിച്ച് മകളുടെ വിഷയത്തിൽ ദേശക്കാരും കുടുംബക്കാരും പറയും, ഇത് പൊന്നച്ചൻ്റെ മകളുടെ കുടുംബത്തിലല്ല, ദൈവത്തിൻ്റെ ഭവനത്തിൽ സംഭവിച്ചാന്ന് പറയുന്ന രീതിയിൽ കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി പോകട്ടോ. ഓ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. താങ്ക് യു ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തോണേ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ പരിശുദ്ധാത്മാവേ, അഗ്നി കത്തുന്നല്ലോ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്. ഇന്ന് കർത്താവ് നിങ്ങളുടെ ഭവനത്തിൻ്റെ മേൽ അഭിഷേകത്തിൻ്റെ വലിയ പ്രവർത്തികളെ ദൈവം അയക്കുവാൻ വേണ്ടി പോവാണ്. കർത്താവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഒരാൾ പോലും തകർന്നു പോകുവാൻ ദൈവം സമ്മതിക്കത്തില്ല കേട്ടോ. നശിച്ചു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. ഓ ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി യേശുവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഞാനിത് പ്രാർത്ഥിക്കുമ്പം കവിയൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു സഹോദരിയുടെ ഭവനവുമായിട്ട്, അത് ഒരു കവിയൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു സഹോദരിയുടെ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ദിവസങ്ങളിൽ കർത്താവ് നിങ്ങളെ അയക്കുവാൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്നു. ആ സ്ഥലവുമായിട്ട് ഒരു സഹോദരി കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിച്ചോണെ. കവിയൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ദൈവം നിങ്ങൾ അയക്കാൻ വേണ്ടി പോകുന്നു. ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, പ്രാർത്ഥനയിലൂടെ, നിങ്ങളുടെ വിശ്വാസ പ്രാർത്ഥനയിലൂടെ ആ ഭവനത്തെ തൊടുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് സ്വീകരിച്ചോണേ. ആ ഭവനത്തിന് നിങ്ങളൊരു അനുഗ്രഹമാകാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ ആ ഭവനത്തിൻ്റെ മേൽ അഭിഷേകത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി സ്വർഗമേ അങ്ങ് ഒരുക്കുന്നല്ലോ. ഓ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പോൾ അതോടൊപ്പം തന്നെ ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്തേ. ദൈവിക ആലോചന സൂമിൽ ഇടപെടുന്നവർ മാത്രം നിങ്ങൾ മ്യൂട്ട് മാറ്റിയാട്ടെ. ബാക്കി നിങ്ങൾ ലൈവിൽ കാണുന്നവരാണെങ്കിൽ അത് സ്വീകരിച്ചാട്ടെ. എല്ലാവരും അനാവശ്യമായിട്ട് മ്യൂട്ട് മാറ്റാതെ നിങ്ങൾ എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്യണേ.
താങ്ക് യു ജീസസ്. അതോടൊപ്പം തന്നെ ഒരു ഭവനത്തിൻ്റെ മേൽ കർത്താവ് എന്നെ കാണിക്കുന്നു. ഈ വീട് പൊളിച്ചിട്ട് അതിൻ്റെ കുറേ സാമഗ്രികൾ കൊണ്ടുവന്ന് വീടിൻ്റെ പുറകുവശത്ത് ഈ ഓടും മറ്റ് സാധനങ്ങളും എല്ലാം മുമ്പിലല്ല പുറകുവശത്ത് കൊണ്ട് വെച്ചിരിക്കുന്ന ഒരു ഭവനത്തെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക, ഒരു അടയാളമായിട്ട് കാണിക്കുകയാണ്. ഞാൻ ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇങ്ങനൊരു വാക്ക് എന്നോട് പറയുന്നു, ജോസഫ് എന്ന് പറയുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയെ ജോസ് എന്നും കൂടെ വിളിക്കുന്നതായിട്ട് ഞാൻ കാണുക. അങ്ങനെ ഒരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഇങ്ങനൊരു കാഴ്ച കാണും. പലപ്പോഴും ആ ഭവനത്തിൽ നിങ്ങൾ ഈ സർപ്പത്തെ കണ്ട്, ഇങ്ങനെ പാമ്പിനെ കണ്ട് ഭയപ്പെടും. വീടിൻ്റെ അകത്തും സ്വപ്നത്തിലുമൊക്കെ ഭയപ്പെടുത്തുന്ന ഒരു സംഭവം ഇങ്ങനെ നിങ്ങളുടെ മനസ്സിലേക്ക് എപ്പോഴും വരും. ഈ സർപ്പവുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇന്ന് ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്ന ഭയം കൊണ്ടുവന്നിട്ട് കർത്താവെ അവരെ ഭയപ്പെടുത്തി അനർത്ഥത്തെ കൊണ്ടുവരുവാൻ ഇന്ന് മനസ്സിൻ്റെ അകത്ത് ഭയം കൊണ്ടുവന്ന് ഭയപ്പെടുത്തി ജീവിക്കും. വീടിൻ്റെ പുറത്തേക്ക് പലപ്പോഴും ഇറങ്ങാൻ പറ്റും. കാര്യം കാണുന്നതും അകത്ത് സ്വപ്നത്തിൽ വരുന്നതും എല്ലാം ഈ സർപ്പമാണ്. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ഇന്ന് ഞങ്ങൾ ആത്മാവിനെ വെട്ടിവിടുന്നു. ഭയം മാറട്ടെ. ആ കുടുംബത്തിൽ സ്വസ്ഥതയോടെ ഇരിക്കുവാനുള്ള കൃപ അവിടെ ഉണ്ടാകട്ടെ. ഏത് വ്യക്തിയാണോ അത്, ഏത് വ്യക്തിയുടെ ഭവനമാണോ, ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പറഞ്ഞു ഇന്ന് ഏറ്റെടുത്തോണേ. ദൈവത്തിൻ്റെ പ്രവൃത്തി ഇന്ന് അവിടെ ഉണ്ടാകാൻ വേണ്ടി പോകുന്നു. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി യേശുവേ. പറയാൻ വേണ്ടിയാണോ മൈക്ക് മ്യൂട്ട് മാറ്റിയത്? അല്ല എങ്കിൽ മൈക്ക് മ്യൂട്ട് ചെയ്യണേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി യേശുവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവിൻ്റെ വലിയ പ്രവൃത്തിക്കായി സ്തുതിക്കുന്ന ഇതിൻ്റെ ഒപ്പം തന്നെ ജോമോൾ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി ഈ ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു കൺഫർമേഷൻ ലെറ്റർ ജോമോളുടെ ഭവനത്തിലേക്ക് ഈ ദിവസങ്ങളിൽ ഗവൺമെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്തൊരു പേപ്പറിനെ ദൈവം ചെയ്യുവാൻ വേണ്ടി പോകാമെന്ന് പറഞ്ഞു. ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട ജോമോളുടെ ഭവനം ഏതാണോ അത് സ്വീകരിച്ചോണേ. കർത്താവ് ഇന്ന് പ്രവർത്തിക്കാൻ വേണ്ടി പോകുന്നു. ഇന്ന് ആ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തി സ്വീകരിച്ചോണേ. കർത്താവിന്റെ വലിയൊരു സാക്ഷ്യമായിട്ട് തമ്പുരാൻ തുറക്കാൻ വേണ്ടി പോകുന്നു. പ്രൈസ് ലോർഡ് ബ്രദറെ. ഹലോ, പ്രൈസ് ലോർഡ് ബ്രദറെ. ബ്രദറെ, ഇപ്പൊ ജോമോൾ എന്ന് പറഞ്ഞില്ലേ, ജോമോൾ എന്റെ അനിയത്തിയാണ്. ഈ ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് സിസ്റ്റർ ഒരു കാര്യത്തെ ക്ലിയർ ചെയ്യുന്ന രീതിയിൽ ഒരു പേപ്പർ വരുന്നതായിട്ട് ഞാൻ കാണുന്നു സിസ്റ്ററെ. ആ വ്യക്തിയോട് എന്താണെന്ന് അറിയില്ല പാസ്റ്റർ. ഈ ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടൊരു പേപ്പർ അവരുടെ ജീവിതത്തിലേക്ക് വരാൻ വേണ്ടി, പക്ഷെ തിന്മയ്ക്കല്ല, അത് നന്മയ്ക്കായിട്ടെന്ന് പറയാൻ വേണ്ടി കർത്താവ് പറയുന്നു. എൻ്റെ ഉള്ളത്തിൽ കർത്താവ് എന്നെ ഒരു ജൂൺ എന്നുള്ളൊരു മാസം എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുക. ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ജൂൺ എന്നുള്ളൊരു മാസം അത് വലിയൊരു പ്രവൃത്തിയുടെ സമയമായിട്ട് കർത്താവ് എന്നെ കാണിക്കുന്നു. ഞാനത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. അതോടൊപ്പം തന്നെ ഈ ചേന എന്ന് പറഞ്ഞ ചേനാശ്ശേരി അങ്ങനത്തെ ഒരു പേര് ഞാൻ എൻ്റെ വീട്ടുപേരുമായിട്ട് ഞാൻ മുഴുവനും കാണാൻ പറ്റുന്നില്ല. ചേനശ്ശേരി അങ്ങനെ എന്തോ ഒരു പേര് ഈ ഒരു വീട്ടുപേരുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഭവനം ഏതാണോ ഈ ഒരു പേരാണ് ഞാൻ കേൾക്കുന്നത്. മുഴുവൻ എനിക്ക് കാണാൻ പറ്റുന്നില്ല. ആ ഒരു ഭവനത്തിൻ്റെ അകത്ത് ഞാൻ കാണുന്ന ഒരു കാഴ്ച, നിങ്ങൾ ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവിൻ്റെ കാഴ്ച കാണിക്കുന്ന നിന്ദകൾ ദൈവം എടുത്ത് മാറ്റാൻ വേണ്ടി പോകാമെന്നാണ് പറയുന്നത്. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പോൾ കർത്താവെ അങ്ങയുടെ വലിയ പ്രവൃത്തി അവിടെ വെളിപ്പെടുന്നല്ലോ, വലിയ പ്രവൃത്തിയെ അങ്ങ് വെളിപ്പെടുത്തുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നപ്പോൾ ഈ ദിവസങ്ങളിൽ സാമ്പത്തികമായി തകർച്ചയിലൂടെ കടന്നു പോകുന്ന വ്യക്തികളെ ഞങ്ങൾക്ക് വേണ്ടി എന്ന് പ്രാർത്ഥിക്കുക. കുടുംബത്തിൻ്റെ അകത്ത് കർത്താവെ സ്വസ്ഥതയില്ലാതെ ഭാരപ്പെടുന്നവരെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ എൻ്റെ ഉള്ളത്തിൽ കർത്താവ് ഒരു തമ്പി എന്ന് പറയുന്ന ഒരു തമ്പിയുടെ മോൾക്ക് വേണ്ടി ദൈവം ഒരു സമാധാനത്തെ ഒരുക്കാൻ വേണ്ടി പോകാമെന്ന് പറഞ്ഞു. തമ്പി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മോളുമായി ബന്ധപ്പെട്ട് സമാധാനത്തെ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോകുമെന്ന് പറയുന്നത് ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്യുന്നപ്പോൾ കർത്താവിൻ്റെ വലിയ പ്രവൃത്തി ഇപ്പോൾ അവിടെ സംഭവിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ പറഞ്ഞു സിസ്റ്റർ. ബ്രദറെ, എന്റെ പപ്പയുടെ പേര് തമ്പി, വീട്ടിൽ വിളിക്കുന്ന പേര് തമ്പി എന്നാണ്. ഇന്ന് തമ്പിയുടെ മോളുടെ ജീവിതത്തിൽ കർത്താവ് ഒരു സമാധാനത്തെ കുടുംബത്തിൻ്റെ അകത്തും കുടുംബ ജീവിതത്തിലും ഒക്കെ ഒരു സമാധാനത്തെ ദൈവം ചെയ്യാൻ വേണ്ടി പോകാമെന്ന് കർത്താവിനോട് പറയുന്നു സിസ്റ്ററെ.
എൻ്റെ ഉള്ളത്തിൽ ഇന്ന് ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ ഞാനൊരു മഴക്കാലത്തിൻ്റെ സമയം കർത്താവ് എന്നെ കാണിക്കും. മഴക്കാലത്തിൻ്റെ ഒരു സമയം ഭയങ്കര ഒരു ദുഃഖത്തിലൂടെ കടന്നുപോയി. ആ സമയത്ത് ഒരു മരണവാർത്ത നിങ്ങൾ കേൾക്കാൻ ഇടയായി തീർന്നു. ഒരു മഴക്കാലമാണ് ഞാൻ കാണുന്നത്. ആ ഒരു കാലഘട്ടമാണ് കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സമയം ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ. അതിനുശേഷം നിങ്ങളുടെ ഭവനത്തിൻ്റെ അകത്ത് വലിയൊരു മൂകത പോലൊരവസ്ഥയുണ്ടായി. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഒരു അടയാളം കർത്താവ് എന്നെ കാണിക്കുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ആ കുടുംബത്തിൻ്റെ മേൽ കർത്താവിൻ്റെ സമാധാനം വെളിപ്പെടാൻ വേണ്ടി പോകാമെന്ന് പറയുമ്പോൾ എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറയുന്നു 2 സാക്ഷ്യങ്ങൾ കർത്താവ് തുറക്കാൻ വേണ്ടി പോകട്ടോ. 2 സാക്ഷ്യങ്ങളെ കർത്താവ് വെളിപ്പെടുത്താൻ വേണ്ടി പോവാണ്. സിസ്റ്ററെ ആമേൻ പറഞ്ഞ് സ്വീകരിച്ചോണേ. എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറയുന്നു, ഒന്ന് ഒരു ഡോക്യുമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ്, ഒരു വാർത്ത നിങ്ങൾ കേൾക്കും. രണ്ടാമത്തെ കാര്യം, കുടുംബത്തിൻ്റെ അകത്ത് ഒരു വിശാലത കർത്താവ് തരാൻ വേണ്ടി പോവാന്ന് പറഞ്ഞത്. വിശാലത നിങ്ങളിപ്പോൾ ഉള്ള ഒരു സ്ഥലത്തു നിന്നും തമ്പുരാൻ നിങ്ങളെ പറിച്ച് ഒരു വിശാലതയിലേക്ക് നടാൻ വേണ്ടി പോവാ. ഇൻ ദ നെയിം ഓഫ് ജീസസ് അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ ആമേൻ പറഞ്ഞ് സ്വീകരിച്ച സിസ്റ്ററെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ഓ ജീസസ് ക്രൈസ്റ്റ് യേശുവ. ഞാനതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു ഭവനം കാണിക്കുന്നു. ഈ അമ്പലത്തിൻ്റെ ആൽത്തറ കഴിഞ്ഞ് അതേ വലത് നിരയിൽ തന്നെ മുന്നോട്ട് പോകുമ്പോൾ അമ്പലത്തിൻ്റെ ആൽത്തറ കഴിഞ്ഞിട്ട് വലത് നിര തന്നെയാണ്. വലതുവശത്ത് നേരെ ചെല്ലുമ്പോൾ ഒരു ഇളം മഞ്ഞ കളറിലെ പെയിൻ്റുള്ള ഭവനം കഴിഞ്ഞിട്ട് ഞാനൊരു ഇങ്ങനെ ഈ ആസ്പെറ്റോസ് പോലത്തെ, ആസ്പെറ്റോസ് അല്ല, ഈ ടിൻ ഷീറ്റാണെന്ന് എനിക്ക് അങ്ങനത്തെ ഒരു സംഭവം വീടിൻ്റെ മുമ്പിലോട്ട് ഇങ്ങനെ ചെരിച്ച് വെച്ചിരിക്കും. ഫ്രണ്ടിൽ ഇങ്ങനെ നടന്നു പോകുമ്പോൾ തന്നെ കാണാൻ പറ്റും. അങ്ങനെ ഒരു ഭവനം കർത്താവ് എന്നെ കാണിക്കുക. ആ ഭവനത്തിൻ്റെ അകത്ത് കർത്താവിൻ്റെ ഒരു പ്രവൃത്തി. ഈ അമ്പലം കഴിഞ്ഞ് ആൽത്തറ കഴിഞ്ഞ് നേരെ പോയിട്ട് ഈ ഷീറ്റ് ഇങ്ങനെ മുമ്പോട്ട്, അതായത് മതിൽക്കെട്ടിൻ്റെ അതിനോട് ചേർന്ന് ഇങ്ങനെ ഒരു കാണാൻ പറ്റും ഈ ഷീറ്റ് കിടക്കുന്ന ടിൻ ഷീറ്റ്. അങ്ങനെ ഒരു ഭവനം കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഭവനത്തിൻ്റെ അകത്ത് പ്രാർത്ഥിപ്പാൻ കർത്താവ് ഈ ദിവസങ്ങളിൽ നിങ്ങളെ ഉപയോഗിക്കാൻ വേണ്ടി പോകാമെന്ന് പറയുന്നത് യേശുവിൻ്റെ നാമത്തിൽ. താങ്ക് യു ഹോളി സ്പിരിറ്റ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. അതോടൊപ്പം തന്നെ കർത്താവിനോട് പറയുന്നു, ഗിരീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തിൽ കർത്താവിൻ്റെ വലിയൊരു പ്രവൃത്തി കർത്താവ് ചെയ്യാൻ വേണ്ടി പോകാം. ഗിരീഷിൻ്റെ ഭവനത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ ദൈവം ചെയ്യുവാൻ വേണ്ടി പോകാമെന്ന് പറയുന്നത്. ഗിരീഷിൻ്റെ ഭവനം ഏതാണോ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഇങ്ങനൊരു വാക്ക് കേൾക്കുകയാണ്. ആ ഭവനത്തിൻ്റെ അകത്ത് 3.5 കൊല്ലമായിട്ട് ഞാനിങ്ങനെ ഒരു കാഴ്ച കാണുവാണ്. നിങ്ങളുടെ അകത്ത് എല്ലാ കാര്യത്തിലും ശൂന്യതയാണ്. എന്നാൽ ശൂന്യതകളെ നീക്കി ദൈവത്തിൻ്റെ നിറവ് വെളിപ്പെടാൻ വേണ്ടി പോകാനൊരു അടയാളം കർത്താവ് എന്നെ കാണിക്കുന്നു. ഇന്ന് തെന്നി മാറി നിങ്ങൾ നിന്ന ചില ആളുകൾ നിങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വരാൻ വേണ്ടി പോവുക. മാറി അകന്ന് നിന്ന ചില ആൾക്കാർ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അപ്രതീക്ഷിതമായി ഭവനത്തിലേക്ക് വരും. അതൊരു അടയാളമായിട്ട് കർത്താവ് എന്നെ കാണിക്കുന്നു. ശൂന്യമായ ചില കാര്യങ്ങളെ, ഇത് തെറ്റിദ്ധാരണകൾ നിമിത്തം മാറിപ്പോയ ചിലർ യേശുവിൻ്റെ നാമത്തിൽ ഭവനത്തിലോട്ട് കടന്നു വരാൻ വേണ്ടി പോവാണ്. നിങ്ങൾ വിളിക്കാതെ ക്ഷണിക്കാതെ അവർ കയറി വരും. ഇതൊരു അടയാളമായി കർത്താവ് എന്നെ കാണിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിച്ചോണേ. കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നു. നന്ദി യേശുവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തിക്കായി പറഞ്ഞു. ഗിരീഷ് എന്നാ സിസ്റ്റർ പറഞ്ഞത്. ഗിരീഷിൻ്റെ ഭവനത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നു കേട്ടോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവരൊക്കെ ഒന്ന് പ്രാർത്ഥിച്ച് ആ പേഴ്സൊക്കെ ഒന്ന് എടുത്ത് വെച്ച് എന്നിട്ട് പറഞ്ഞ്, കലത്തിലെ മാവ് കുറയത്തില്ല, നന്മ വറ്റത്തില്ല, എടുക്കും തോറും ഒരു സമൃദ്ധി എൻ്റെ ഭവനത്തിൽ ഉണ്ടാകുമെന്ന് കൽപ്പിച്ച് യേശുവിൻ്റെ നാമത്തിൽ ആ കലത്തിലെ മാവൊക്കെ ഒന്ന് കൽപ്പിച്ച് വർദ്ധിക്കട്ടെ. സറാഫാത്തിലെ വിധവയ്ക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. വിശ്വസിക്കുന്നവരാൽ പറയണം, എൻ്റെ ജീവിതത്തിൽ ശൂന്യത ഇനി കാണത്തില്ല. കർത്താവിൻ്റെ നമ്മളുടെ ഐശ്വര്യവും സമ്പത്തും എൻ്റെ ഭവനത്തിൽ, വെൽത്ത് ആൻഡ് റിച്ചസ് എൻ്റെ ഭവനത്തിൽ ഉണ്ടാകും. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഈ സമയത്ത് കൽപ്പിച്ചു കർത്താവ് എന്ന് പറ, വാരി വിതറി കൊടുക്കുമെന്ന് പറ. വാരി വിതറി ഞാൻ കൊടുക്കും. വായ്പ മേടിക്കത്തില്ല. കഴിഞ്ഞ ദിവസം നമ്മുടെ സഹോദരി ആ സാക്ഷ്യം പറഞ്ഞില്ലേ, എന്നെ ആ സാക്ഷ്യം ഭയങ്കര ചിന്തിപ്പിച്ചു. കാരണം ആ തയ്യക്കടയെപ്പറ്റി 15 വർഷമായിട്ട് നടക്കാത്ത കാര്യം കർത്താവിൻ്റെ വചനം പഠിച്ച് ഉപയോഗിച്ചപ്പം ഒറ്റ കാര്യം പറഞ്ഞ്, ലോൺ എടുക്കത്തില്ല, വായ്പ മേടിക്കത്തില്ല. തമ്പുരാൻ ഇങ്ങോട്ട് തുറന്നത് കൊണ്ടോ യേശുവിൻ്റെ നാമത്തിൽ സൂപ്പർ നാച്ചുറൽ ഫിനാൻസ് തുറക്കാൻ വേണ്ടി പോവുക. നന്മ വാരി വിതറുമെന്ന് പറ. കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ ആ കുടുംബത്തിൻ്റെ മേൽ യേശുവിൻ്റെ നാമത്തിൽ, ഓ ജീസസ് ക്രൈസ്റ്റ്, കർത്താവെ അങ്ങ് തൊടുന്നല്ലോ
തൊടുന്നല്ലോ. ഇപ്പോൾ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നപ്പാ, സെപ്റ്റംബർ മാസം 18-ാം തീയതി ജനിച്ച തലമുറയ്ക്ക് വേണ്ടി കർത്താവ് ഇപ്പോൾ പ്രവർത്തിക്കുന്നു. എൻ്റെ ഉള്ളത്തിൽ പറയുന്നു, സെപ്റ്റംബർ 18-ന് ജനിച്ച തലമുറയുടെ ജീവിതത്തിൽ കർത്താവ് എൻ്റെ ഉള്ളത്തിൽ ഇങ്ങനെ ഒരു ഭവനത്തിൻ്റെ അകത്ത് പറയുകയാണ്, ആ ഭവനത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നു. ഞാൻ കാണുന്ന ഒരു കണ്ണാടിയിൽ ഇങ്ങനെ ഒരു ഫോട്ടോ, നോക്കുന്ന കണ്ണാടിയിൽ ഇങ്ങനെ ഒരു ഫോട്ടോ വെച്ചിരിക്കുന്ന ഒരു ഭവനമാണ് ഞാൻ കാണുന്നത്. ആ കുടുംബം സെപ്റ്റംബർ 18 ജനിച്ച തലമുറയുള്ള ഭവനം ഏതാണോ, യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പറഞ്ഞ് സ്വീകരിച്ചു. ഒരു കണ്ണാടിയിൽ ഇങ്ങനെ ഒരു ഫോട്ടോ വെച്ചിരിക്കുന്നതായിട്ട് ഞാൻ കാണുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാനിന്ന് ബ്ലസ് ചെയ്യുന്നു. ആ കുടുംബത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാണേ. കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങൾ കൊയ്ത്തിന് വേണ്ടി ഒരുങ്ങാൻ കർത്താവ് പറയുക. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ്, ആമേൻ പറഞ്ഞ് സ്വീകരിച്ചു. പറഞ്ഞു. സെപ്റ്റംബർ 18-ന് എന്റെ മോള് ജനിച്ചത്. ഓ, ഇന്ന് കുടുംബത്തിന് വേണ്ടി സിസ്റ്റർ സ്വീകരിച്ചു കേട്ടോ. കർത്താവിൻ്റെ വലിയ പ്രവൃത്തി ഇന്ന് തമ്പുരാൻ ചെയ്യാൻ വേണ്ടി ഒരു കണ്ണാടിയിൽ ഇങ്ങനെ ഒരു ഫോട്ടോ വെച്ചിരിക്കുന്ന ഒരു കാഴ്ച ഞാൻ കർത്താവ് എന്നെ കാണിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് സ്വീകരിച്ചോണം. കർത്താവിൻ്റെ വലിയ പ്രവൃത്തിക്ക് വേണ്ടി ദൈവം ഒരുക്കുക. താങ്ക് യു ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. നന്ദി കർത്താവേ, നന്ദി യേശുവേ. ഞാനിപ്പോൾ തന്നെ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ അതോടൊപ്പം തന്നെ കർത്താവ് എൻ്റെ ഉള്ളത്തിൽ ഇങ്ങനെ പറയാൻ വേണ്ടി പറയുന്നു. കർത്താവിൻ്റെ പ്രവൃത്തി ഒരു ചാർമിള എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ തമ്പുരാൻ എന്നെ കാണിക്കുക. ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ആ വ്യക്തി നിങ്ങൾക്കൊരനുഗ്രഹമായി തീരുമെന്ന് കർത്താവിൻ്റെ ഉള്ളത്തിൽ പറയുകയാണ്. ചാർമിളയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ചാർമിളയുടെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി ഉണ്ടാകുകയും ചാർമിള നിങ്ങൾക്കൊരനുഗ്രഹമായി തീരുമെന്ന് കർത്താവിനോട് പറയുന്നു. ചാർമിളയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പറഞ്ഞ ആലോചന സ്വീകരിച്ചു. പ്രാർത്ഥനയിലൂടെ വലിയൊരു പ്രവൃത്തി ആ കുടുംബത്തിൽ വെളിപ്പെടും. കർത്താവ് നിങ്ങളെ അതിന് ഉപയോഗിക്കും യേശുവിൻ്റെ നാമത്തിൽ. നന്ദി കർത്താവേ. രോഗികളായി ഭാരപ്പെടുന്നവരെ ഞാൻ ബ്ലെസ് ചെയ്യുന്നു. ഇപ്പോൾ തന്നെ രോഗമുള്ള ഭാഗത്ത് കൈവച്ചിട്ടൊന്ന് കൽപ്പിച്ച് യേശുവിനെ ഒന്ന് കൽപ്പിച്ചെന്ന് യേശുവിൻ്റെ നാമത്തിൽ. കർത്താവേ, രോഗം എൻ്റെ അവകാശമല്ല, സൗഖ്യം എൻ്റെ അവകാശം. പറഞ്ഞു, സൗഖ്യം എൻ്റെ അവകാശമാണ്. ഒരു നിമിഷം ആ കാഴ്ച കണ്ടേ. റോമൻ ഗവൺമെൻറ് കണ്ണടച്ച റോമൻ ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ ഇന്ന് വസ്ത്രങ്ങളൊക്കെ നല്ല വസ്ത്രം ഇട്ടുകൊണ്ടാണ് യേശു നടന്നത്. പക്ഷേ അതെല്ലാം അവർ എന്ത് ചെയ്തു? രക്തത്താൽ നിറഞ്ഞിരിക്കുന്നു. മുൾക്കിരീടം കർത്താവിൻ്റെ തലമേൽ അവർ തറച്ചു കയറി. അന്ന് അവരെ മാറി മാറി യേശുവിനെ അടിക്കുക. ബൈബിൾ പറയുന്നു, ഒന്ന് കുറേ 39 അടി ചാട്ടവാറ് കൊണ്ട് അടിച്ചു. അതിൻ്റെ അകത്ത് നിങ്ങൾക്കറിയാം, ഇരുമ്പും അസ്ഥിയും ചേർന്ന ഒരു ചാട്ടവാറാണ്. അതുകൊണ്ട് മാംസത്തെ കീറുന്ന രീതിയിൽ യേശു ക്രിസ്തു മുറിവേറ്റ്. എന്തിനു വേണ്ടിയാണെന്നറിയാവോ? ഇന്ന് എൻ്റെ കുറവ് കൊണ്ടോ എൻ്റെ ബലഹീനത കൊണ്ടോ അല്ല ഇന്ന് കർത്താവെ തടസ്സം നിൽക്കുന്നത്. വിശ്വസിക്കുന്നവരാണ് അടയാളം. ഇന്ന് കൽപ്പിച്ച് എന്നാൽ രോഗം, ഏതൊരു രോഗവുമായിക്കോട്ടെ, മെഡിക്കൽ സയൻസിന് ഉത്തരമില്ല, ഇനി മെഡിക്കലിനൊരു മരുന്നില്ല, എന്തൊക്കെ പറയുന്നതായിക്കോട്ടെ, കൈവച്ചോ. യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്ന കർത്താവേ, കർത്താവ് ഞങ്ങളുടെ രോഗത്തിന് വേണ്ടി അടി കൊണ്ടതാ, ഞങ്ങളുടെ രോഗത്തിന് വേണ്ടി വേദന അനുഭവിച്ചതാ, ഞങ്ങളുടെ രോഗം സൗഖ്യത്തിന് വേണ്ടിയുള്ള സകല വിലയും യേശു കൂടെ. അതുകൊണ്ട് കൽപ്പിക്കുന്നപ്പാ, യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ശരീരം വിട്ട വേദനകൾ വിട്ടുമാറട്ടെ, രോഗങ്ങൾ വിട്ടുമാറട്ടെ. കാലപ്പഴക്കം ചെന്ന വേദനയുള്ളവരെല്ലാം കൈയെടുത്ത് വെച്ചു. എന്നിട്ട് പറഞ്ഞ, സൗഖ്യം എൻ്റെ അവകാശമാ, സൗഖ്യം എൻ്റെ അവകാശമാ, അത്ഭുതം എൻ്റെ അവകാശമാ, ദൈവപ്രവൃത്തി എൻ്റെ അവകാശമാ, അനുഗ്രഹം എൻ്റെ അവകാശമാ, സാമ്പത്തിക നന്മ എൻ്റെ അവകാശമാ, സമാധാനം എൻ്റെ അവകാശമാ, നിത്യജീവൻ എൻ്റെ അവകാശമാ. ഞാൻ നശിച്ചു പോകത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നപ്പോൾ ഹീലിംഗ് അനോയിൻറ്റിങ് ഈസ് മൂവിങ്. ഹീലിംഗ് അനോയിൻറ്റിങ് ഈസ് മൂവിങ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യം, പൂർണ്ണ സൗഖ്യം ഇപ്പോൾ തന്നെ കൽപ്പിക്കുന്നപ്പോൾ. വേദനയുള്ള ആരെങ്കിലും കേൾക്കുന്നുണ്ട്, കൈയെടുത്ത് വെച്ചോ. രോഗത്താൽ ഭാരപ്പെടുന്ന കൈവച്ചോ. നടക്കാൻ കഴിയാത്തവർ പറഞ്ഞതിന് ഓടി നടക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ ഓടാൻ വേണ്ടി കൈകളെ ചലിപ്പിച്ച് യേശുവിൻ്റെ നാമത്തിൽ മുടന്തൻ തുള്ളും, ചെകിടൻ കേൾക്കും. ദൈവരാജ്യം പ്രസംഗിപ്പാനും രോഗികളുടെ മേൽ ഇന്ന് കർത്താവ് ഞങ്ങൾ കൽപ്പിക്കുന്നപ്പോൾ കർത്താവിൻ്റെ അത്ഭുതം. കാഴ്ച കണ്ണാടിയൊക്കെ ഊരിമട്ട് കൈയെടുത്ത് വെച്ച് എത്രയോ സാക്ഷി നമ്മൾ കേട്ട കാഴ്ച വർദ്ധിക്കുന്നു, കേൾവി വർദ്ധിക്കുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിക്കുന്നപ്പോൾ പൂർണ്ണ സൗഖ്യത്തിന് നന്ദി, പൂർണ്ണ സൗഖ്യത്തിന് നന്ദി, പൂർണ്ണ സൗഖ്യം, പൂർണ്ണ സൗഖ്യം. സൗഖ്യം ഞങ്ങളുടെ അവകാശമാണ്, അത്ഭുതം ഞങ്ങളുടെ അവകാശമാണ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ.
കർത്താവിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തിക്കായിട്ട് നന്ദി പറയുന്നു. യേശു നിങ്ങളെ തൊട്ടു. ഈ സമയം സാക്ഷ്യമുള്ളവർക്ക് പറയാനുള്ള സമയമാണ്. അതിനു മുമ്പായിട്ട് ഞാൻ കർത്താവിൻ്റെ വേലയിൽ വിതച്ചവരെ ബ്ലെസ് ചെയ്തൊന്ന് പ്രാർത്ഥിച്ചോട്ടെ. ഇന്ന് ശ്രദ്ധിച്ച് നോക്കിയേ, നമുക്ക് ഏപ്രിൽ മാസം നമ്മുടെ പ്രാർത്ഥന വരുന്നു. ഏപ്രിൽ മാസത്തിൽ നമ്മുടെ പ്രാർത്ഥനകളെ ക്രമീകരിക്കുന്നു. കേരളത്തിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ നാമത്തിൽ കൂടെ പ്രൊഫറ്റിക്കൽ ഹീലിംഗ് ഡെലിവറൻസ് മീറ്റിങ്ങുകളാണ്. നേരിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയിൽ പങ്കുചേരാം. അപ്പോൾ ഈ ദിവസങ്ങളിൽ വിതയ്ക്കുവാൻ ആഗ്രഹിക്കുന്നവർ വിതയ്ക്കുക, നിർബന്ധമൊന്നുമില്ല. പക്ഷേ കർത്താവിൻ്റെ നാമത്തിൽ ഈ ദിവസങ്ങളിൽ കർത്താവെ ദൈവരാജ്യം അനേകിടങ്ങളിൽ അറിയിക്കണം. അനേകിടങ്ങളിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഹോള് വേണം. ഏറ്റവും ബെസ്റ്റ് നമുക്ക് പ്രാർത്ഥന ദേശം ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിൽ കർത്താവിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി നമുക്ക് ഒരുങ്ങണം. അതുകൊണ്ട് വിതയ്ക്കുവാൻ ആഗ്രഹിക്കുന്നവരൊക്കെ വിതയ്ക്കുക, ശേഷിപ്പുകളെ മാറ്റിവെക്കുക. കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ വിതച്ചവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പ കൊയ്ത്ത് വളരെയുണ്ട്. വേലക്കാരോ ചുരുക്കം. കർത്താവ് ദൈവരാജ്യത്തിൽ കൊയ്തെടുക്കുവാൻ കർത്താവിൻ്റെ നാമത്തിൽ വിതച്ചവരെ ഞാൻ ബ്ലെസ് ചെയ്യുന്നു. ഈ സുവിശേഷം ലോകം മുഴുവൻ അറിയിക്കുവാൻ കർത്താവ് ഞങ്ങളെ ഉപയോഗിക്കുന്നല്ലോ. വിതച്ചവരെ അനുഗ്രഹിക്കുന്നവരുടെ ജോലിയിൽ, ബിസിനസ്സിൽ വർധനവുണ്ടാകട്ടെ. കർത്താവ് അനേക തകർന്ന കുടുംബങ്ങളെ പണിതെടുക്കുവാൻ ഞങ്ങളെ ദൈവം അയക്കുന്നല്ലോ. അപ്പം അതിനുവേണ്ടി ദൈവമക്കൾ വിതച്ചത് കർത്താവ് അത് പിരിവല്ല, പിടിച്ചു മേടിക്കുകയല്ല, ബ്രദറിനോ സഭയ്ക്കോ കൊടുത്തതല്ല, ദൈവരാജ്യത്തിൽ വിതച്ചതാണ്. അപ്പോൾ അത് 100 മേനി കൊയ്യും. അവർ വായ്പ മേടിക്കത്തില്ല, കർത്താവ് മറ്റുള്ളവരുടെ കൈ നീട്ടത്തില്ല. ഐശ്വര്യവും സമ്പത്തും അവരുടെ ഭവനത്തിലുണ്ടാകും. വാരി വിതറി കൊടുക്കും. ഞാൻ ബ്ലെസ് ചെയ്യുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് ആർക്കെങ്കിലും ഒരു സാക്ഷ്യം പറയുവാനുള്ളവരുണ്ടെങ്കിൽ വേഗത്തിൽ ചുരുക്കം വാക്കിൽ പറഞ്ഞ് എപ്പോഴും പറഞ്ഞ പോലെ ഒരേ ആലോചന ഒരേപോലെ ഇടപെട്ടവർ എൻ്റേതും കൂടെ എടുത്ത് പറയണ്ട, നിങ്ങൾ ഏറ്റെടുത്താൽ മതി. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് സാക്ഷ്യമുള്ളവരുണ്ടെങ്കിൽ വേഗത്തിൽ പറഞ്ഞാട്ടെ. ബ്രദറെ, ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് വിളിക്കുന്നത്. പറഞ്ഞു സിസ്റ്റർ. എന്റെ കാലിന്റെ തൊടയുടെ അവിടെ ഒരു ചെറിയൊരു മുഴ പോലെ ഉണ്ടായിരുന്നു ഒരാഴ്ച. ഇന്നലെ പ്രാർത്ഥിച്ച സമയത്ത് അത് പൂർണ്ണമായിട്ട് അത് ചുങ്ങിപ്പോയി. ഇപ്പൊ ആ മുഴ അവിടെ ഇല്ല. ഇല്ല. ഓ നന്ദി കർത്താവ്. പ്രിയ സഹോദരി പറഞ്ഞ പോലെ തുടയിൽ അവിടെ ഒരു മുഴയുണ്ടായിരുന്നു. എന്നാൽ പ്രാർത്ഥിച്ചപ്പോൾ അത് ചുങ്ങിപ്പോയി. നമുക്കറിയാം പല മുഴകളും പല തടിപ്പുകളൊക്കെ വന്നാൽ പിന്നീട് അത് പലർക്കും രോഗങ്ങളായിട്ട് മാറുന്നതാണ്. പക്ഷേ യേശു അത് തൊട്ടു. കർത്താവ് സൗഖ്യമായ കൃപയ്ക്ക് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവർ? പറഞ്ഞാണ്ട്. ബ്രദർ. ഹലോ. ഇന്നലെ പറഞ്ഞ ഒരു ആലോചന ഇന്നലെ ക്ലിയർ അല്ലായിരുന്നു. അപ്പൊ ഇന്ന് ഞാൻ വീണ്ടും കേട്ടു. അതായത് 2008 എറണാകുളത്തേക്ക് ഒരു യാത്ര ചെയ്യുന്ന ഒരു വ്യക്തി, അത് കുറച്ച് സർട്ടിഫിക്കറ്റുകൾ KSRTC ബസ്സിൽ, അതെല്ലാം സാമ്യമുണ്ട്. ഭയങ്കര നിരാശയോടെ മടങ്ങി പോകുന്നത്. പക്ഷെ അത് സർട്ടിഫിക്കറ്റ് എന്നുള്ളത് മാത്രം ഞങ്ങളുടെ ഒരു മെഡിക്കൽ റിപ്പോർട്ടുമായിട്ടാണ് കടന്നു പോകുന്നത്. ഇൻഫെർട്ടിലിറ്റിയുടെ ഒരു ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് അന്ന് മുതൽ തുടങ്ങിയ ആ ഒരു നിരാശ ഇപ്പോഴും ഈ നിമിഷം വരെ കറക്റ്റ് വ്യക്തമാണല്ലോ. ഒരു സർട്ടിഫിക്കറ്റ് ഇപ്പൊ ഞാൻ കാണുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ്. ഇപ്പൊ നമുക്ക് മെഡിക്കൽ റിപ്പോർട്ട്, സ്കാനിങ്ങിന്റെ റിസൾട്ട് എല്ലാം ഉണ്ടായി. KSRTC ബസ് സ്റ്റാൻഡിൽ എല്ലാം കറക്റ്റ് ആണ്. അപ്പൊ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കൊരു ഡൗട്ട് വന്നു. കാര്യം എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, പലപ്പോഴും നമ്മൾ എനിക്ക് കാണുന്ന കാഴ്ച ഒരു പേപ്പർ പോലെ നമ്മൾ കാണുവാണ്. ചിലപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ ഭയങ്കര വ്യക്തമായിട്ട് കർത്താവ് കാണിക്കും. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറഞ്ഞത്, ചിലപ്പോൾ നമുക്ക് വ്യക്തമായി തമ്പുരാൻ കാണിക്കും, ചില കാര്യങ്ങൾ തമ്പുരാൻ മറച്ചു വെക്കും. അപ്പോൾ 2008 ആ സഹോദരി യാത്ര ചെയ്യുന്നതും KSRTC ബസ്, അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു ഡോക്യുമെന്റ് പോലത്തെ ഒരു സംഭവം കൈ പിടിച്ചേക്കുക. എന്നിട്ട് ഇത് നിരാശയോടെ പോകുന്നതും ഈ പറഞ്ഞ പോലൊക്കെ തന്നെയാണ് യാത്ര ചെയ്തത്. അതെ ആലപ്പുഴ ജില്ലയിലേക്കുള്ള ബസ്സിൽ കയറി. അത് ആലപ്പുഴ ജില്ലയിലുള്ള ഡോക്ടറാണ് ഞങ്ങൾ എറണാകുളത്തേക്ക് വിട്ടത്. ഓ നിങ്ങൾ കേട്ടെ, 2008 നടന്ന ഒരു കാര്യമാണ്. ഇപ്പം നമ്മൾ ഏത് കാലഘട്ടത്തിൽ നിൽക്കുന്നത്? 2025. എൻ്റെ ഉള്ളത്തിൽ ഞാൻ സിസ്റ്ററെ ശരിക്കും പറഞ്ഞാൽ 2008 നിങ്ങൾ യാത്ര ചെയ്ത ആ സമയത്ത് കർത്താവ് എന്നെ ആ വാഹനത്തിരുത്ത് ഞാനിങ്ങനെ കാണും. പക്ഷെ എനിക്ക് ഒരു പേപ്പർ പോലെ, അപ്പം ഞാൻ കൊണ്ട് ഡോക്യുമെന്റ് പോലെ ഞാൻ കാണും. ഇതുമായിട്ട് നിരാശയോടെ പോകുന്നത് ഞാൻ കാണുന്നത്. അവിടെ നീ KSRTC അന്ന് തുടങ്ങിയ ഡിപ്രഷൻ ഇപ്പോഴും അതിലൂടെ കടന്നു പോകുന്നു. പരിശുദ്ധാത്മാവ് തൊടുകോട്ടെ. എന്നിട്ട് അവിടെ നിങ്ങൾ ആലപ്പുഴ ബസ്, അത് കറക്റ്റായിട്ട് നിങ്ങൾ എത്ര പേര് കേട്ടെ? ഇത് ശരിക്കും പറഞ്ഞ ഇഷ്ടം ഞങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് അറിയാൻ വല്ല സാധ്യതയുണ്ടോ? ഇല്ല ഞാൻ ഇന്ന് വീണ്ടും ഇത് കേട്ടു. ഇത് എന്താണെന്ന് എനിക്ക് ക്ലിയർ ആയില്ലായിരുന്നു. അപ്പൊ സർട്ടിഫിക്കറ്റ് എന്നുള്ള ഒരു ഡൗട്ട് മാത്രമാണ് ഇപ്പൊ നിൽക്കുന്നത്. ഞാൻ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് മെഡിക്കൽ റിപ്പോർട്ട് അതിരുന്നല്ലേ തമ്പുരാൻ ആ വിഷയത്തിന്റെ മേൽ ആ ഏരിയ തന്നെ രണ്ടാമതും കർത്താവ് സാക്ഷിയാക്കി കൊണ്ടുപോകുന്ന പറഞ്ഞത്. ആ റൂട്ടിൽ കൂടി പോകുമ്പോഴൊക്കെ ഭയങ്കര ഡിപ്രഷനാണ്. തമ്പുരാൻ എന്തെല്ലാം കാണുന്നു പ്രിയരെ.
അതെ. നോക്കിക്കേ, 2008 നടന്ന കാര്യമാണ്. ഞാൻ ശരിക്കും പറഞ്ഞ് ഇന്നലെ അത് പറഞ്ഞപ്പോൾ ഞാനത് വ്യക്തമായി കണ്ടു സിസ്റ്ററെ. നിങ്ങൾ തിരിച്ച് ആ KSRTC സ്റ്റാൻഡ് വേണേ പറയാമായിരുന്നല്ലോ, കല്ലൂർ സ്റ്റാൻഡിൽ പോകായിരുന്നു, വേറെ എവിടെയെല്ലാം റെയിൽവേ സ്റ്റേഷനിൽ പോകായിരുന്നു. പക്ഷെ കറക്റ്റ് അവിടെ വന്ന് അവിടുന്ന് വണ്ടി ആലപ്പുഴയ്ക്കുള്ള വണ്ടിയെ കയറുന്ന കണ്ടുകൊണ്ടിരിക്കുക ഞാൻ. കാലഘട്ടം അന്ന് പുറകോട്ട് ഞങ്ങള് നമ്മളെ ടൂ ദൈവാത്മാവിനെ വീലർ കൊണ്ടുപോയി. എടുത്തുമില്ല. അന്ന് ഓ, ടൂ ടൂ വീലർ വീലർ എടുത്തുമില്ല. എടുത്തുമില്ല. കണ്ടോ കർത്താവ് അത് എത്രത്തോളം അറിയുന്നു നമ്മളെ. ഞാൻ ഇന്ന് ആ സർട്ടിഫിക്കറ്റ് ഒക്കെ നോക്കിയപ്പോ എല്ലാം സ്കാനിങ് റിസൾട്ട് എല്ലാം 2008. അപ്പൊ ഹസ്ബൻഡ് പുറത്ത് ഗൾഫിലായിരുന്നു. നാട്ടിൽ പൂർണ്ണമായിട്ട് പോകുന്ന ശേഷമാണ് ഈ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തത്, ഓ, യേശു ഇൻഫെർട്ടിലിറ്റിയുടെ. തൊടുക കേട്ടോ, യേശു തൊടുക കേട്ടോ. കർത്താവ് ഇന്ന് ആ വിഷയം നോക്കി. ആമേൻ, ഇത്ര കാലം 2025 പുറകോട്ടൊരു കാലഘട്ടത്തിൽ തമ്പുരാൻ കൊണ്ടുപോയി. ആ പ്രവചനാത്മാവിൽ ദൈവം അത് വിടുതൽ കൊടുക്കാൻ വേണ്ടി കേട്ടോ. കർത്താവ് എല്ലാം കാണുന്നു. യേശു നമ്മളെ അറിയുന്നു. ഇതെല്ലാം നിങ്ങൾ ഈ പ്രവാചക ശുശ്രൂഷ, അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥനയോടെ വേണം പ്രവാചക ശുശ്രൂഷയിലേക്ക് വരാൻ. കർത്താവ് നിങ്ങളുടെ ആത്മാവിൻ നിങ്ങളുടെ പോയ സ്ഥലങ്ങളെ ദൈവത്തിന് അറിയാം. ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ കേൾക്കുന്ന ആൾക്കാർ കളിയാക്കാൻ വേണ്ടി പറയൊക്കെ ചുമ്മാ തട്ടിപ്പാന്ന് പറയും. ഇഷ്ടം തട്ടിപ്പാണോ ഇത്? ആണോ അല്ലയോ? അല്ല ഞാൻ ഇത് വീണ്ടും ഇത് കേൾക്കുകയായിരുന്നു. ഈ കണ്ടോ, സർട്ടിഫിക്കറ്റ് എന്നുള്ള സ്തോത്രം. ഇത് മാത്രം ഇത് എനിക്കൊരു ഡൗട്ട്. സംശയിക്കുന്നവരും പല ആൾക്കാർ ഒത്തിരി പേര് പ്രത്യേകിച്ച് യൂട്യൂബിലെ കാണുന്ന സോഷ്യൽ കാണുന്ന ഒത്തിരി സംശയമുള്ളവരുണ്ട്. ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ കൂടുതലും പോയി. ഞങ്ങളൊരു ബൈബിൾ ക്വിസിന്റെ ഒരു ബുക്ക് അന്വേഷിക്കാനായിട്ട് ഒരു ആവശ്യമുണ്ടായി. അപ്പൊ അങ്ങനെയും പോയിരുന്നു ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ. ഈ ആലപ്പുഴയ്ക്കുള്ള ബസ്സിലോട്ട് കയറി അന്ന് പോയി ഈ പറഞ്ഞ പോലെ അല്ലേ? അതെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവെ ഞാൻ ബ്ലസ് ചെയ്യുന്നു. ഇസ്രായേൽ വലിയ സാക്ഷ്യമായിട്ട് തമ്പുരാൻ തുറക്കാൻ വേണ്ടി അത്രയും കാലം 2008 മുതൽ 2025 വരെ പിശാച് നിങ്ങളെ ഇട്ട് കറക്കിയത് കർത്താവ് ഇന്ന് ആ വിഷയത്തെ തൊടുക കേട്ടോ. അത്ഭുതത്തെ യേശുവിനകത്ത് റിലീസ് ചെയ്യുന്നപ്പ കർത്താവ് ഞാനത് റിലീസ്. സിസ്റ്റർ ഇന്നലെ ഇത് സൂമിലാണോ ഇന്നലെ കേട്ടത്, യൂട്യൂബിലാണോ കേട്ടത്? അതെ സൂമിലാണ്. അപ്പൊ ഞാൻ ക്ലിയർ ആയില്ല മൊത്തം, അതുകൊണ്ടാണ് ഇന്ന് ഒന്നുകൂടെ കേട്ടിട്ടാണ്. എന്തായാലും കൺഫേം ആമേൻ പറഞ്ഞ് സ്വീകരിച്ചു കേട്ടോ. യേശുവിന്റെ നാമത്തിൽ തന്നെ ഗോഡ് ബ്ലസ്. 17 വർഷം ഷീബാസ് ഇട്ടിട്ടുണ്ട് അല്ലേ? 17 വർഷം ഉണ്ടായിരുന്ന വിഷയമാണ് കർത്താവ് തമ്പുരാൻ തൊട്ടത്. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. അതുകൊണ്ടാണ് നിങ്ങൾ പ്രാർത്ഥനയോടെ വേണം പ്രവചന ശുശ്രൂഷകളിലൊക്കെ. ഒരു സാക്ഷ്യം കൂടിയുണ്ട്. ഒരു സാക്ഷ്യം കൂടി പറയാണ്ട്. ഈ വർഷം നടന്ന എറണാകുളത്തെ മീറ്റിംഗിൽ ഞാൻ അവിടെ പങ്കെടുത്തു ഫുള്ള്. അത് കഴിഞ്ഞ് പ്രാർത്ഥിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹസ്ബൻഡ് വർക്കിന് പോയ സ്ഥലത്ത് നിന്ന് വരണമായിരുന്നു. അപ്പൊ ഞങ്ങൾ പുറത്ത് നിന്നാണ്, ഏറ്റവും ലാസ്റ്റാണ് ഹസ്ബൻഡ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ബ്രദർ ഓർക്കുന്നുണ്ടോന്നറിയില്ല. എന്നിട്ട് ആ മാവിന്റെ അവിടെ നിന്നാണ് പ്രാർത്ഥിച്ചത്, ഒരു മരത്തിന്റെ. അപ്പൊ ഒത്തിരി ആലോചന ഞങ്ങളോട് പറഞ്ഞു. അതിൽ ഒരു ആലോചന ഈ ജൂൺ 20 അത് നടന്നു. ബിസിനസ് സംബന്ധമായിട്ട് എഗ്രിമെന്റ് സൈൻ ചെയ്യുമെന്ന് പറഞ്ഞു, 9 വർഷം പിന്നിലേക്കുള്ള ഒരു വ്യക്തിയുമായിട്ടെന്ന് പറഞ്ഞു. അത് ജൂൺ 20 നടന്നു. പിന്നെ മാർച്ച് മാസം എന്റെ പപ്പ ഇവിടെ ആന്റണി എന്ന് പേരുള്ള ഒരു വ്യക്തി വെള്ള കാറ് കിടക്കുന്ന ഭവനത്തിൽ വരുമെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ കാറില്ലായിരുന്നു. ഒരു പാസ്റ്ററിന്റെ കാറ് ആ സമയത്ത് ഇവിടെ കിടപ്പുണ്ടായിരുന്നു. അപ്പൊ ആ വ്യക്തി വരുന്നതിന് ശേഷം ഇതിന്റെ ഒരു ബ്ലെസ്സിങ് ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പൊ ഈ ജൂൺ 20 ഈ എഗ്രിമെന്റ് സൈൻ ചെയ്തു ബിസിനസിന്റെ. ഇത് ഭയങ്കര അത്ഭുതം കേട്ടോ. സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ എറണാകുളം പ്രാർത്ഥനയ്ക്ക് സൗകര്യം, നമുക്ക് എറണാകുളം പ്രാർത്ഥനയ്ക്ക് തോന്നുന്നത് ഏകദേശം നമ്മൾ കണക്ക് നോക്കിയാൽ തന്നെ 500 നടന്നുകൊണ്ടൊക്കെ മുകളിൽ ആൾ വന്നു. പക്ഷെ ഞാൻ ഓർക്കുന്നുണ്ട് സൗകര്യം ഏറ്റവും ലാസ്റ്റ് എനിക്ക് വന്നു അതെ. ഈ ആ സമയത്ത് വല്ലതും ഈ യാത്ര 2008 കാര്യം വല്ലതും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്ത് വല്ലതും? ഇല്ല. സൗരി പറഞ്ഞു ഒരു പ്രവചന നിവൃത്തി നടന്നു. സൗരി പറഞ്ഞു ആ സമയത്ത് ഒത്തിരി കാര്യം പറഞ്ഞ് ഈ കാര്യം ഇപ്പൊ നടന്നിരിക്കണം ജൂൺ 20. അതെ, നോക്കിക്കേ, അത് വലിയൊരു നിവൃത്തിയാണ്. ഒരു പ്രവചനത്തിലാണ് സൗകര്യം പറഞ്ഞു. അന്ന് ദൈവാത്മാവ് ഇടപെട്ടു. ഇതേപോലെ തന്നെ ബിസിനസ്സിൽ 9 വർഷം പുറകോട്ട് കാണുന്നൊരു കാര്യം വെളിപ്പെടുത്തിയിട്ട് പറഞ്ഞു, ഒരു വെള്ള കാറുള്ള ഭവനത്തിൽ ഇങ്ങനെ ഒരു വ്യക്തി മുഖാന്തരം, പേര് പറഞ്ഞ പോലെ തന്നെ വ്യക്തി മുഖാന്തരം വരുമെന്ന്. അപ്പം സൗകര്യം പറഞ്ഞു ആ സമയത്ത് വീട്ടിൽ വെള്ളക്കാറില്ല. പക്ഷേ അത് പറയുന്ന സമയത്ത് വെള്ളക്കാർ ആ വീട്ടിലില്ല. പക്ഷെ ആ ടൈം ആയപ്പോൾ ഒരു ദൈവദാസം കൊണ്ടുവന്ന് ആ വീട്ടിൽ കാറ് വെച്ചു. നോക്കിക്കേ, എല്ലാവരും കണക്ഷൻ കണ്ടോ? ആ കറക്റ്റ് അത് എഗ്രിമെൻ്റ്. അപ്പം ദൈവം എന്തെല്ലാം, അപ്പം നിങ്ങളുടെ ഭവനത്തിലേക്ക് ആര് വരണമെന്ന് പോലും തമ്പുരാൻ നിശ്ചയിച്ചിട്ടുണ്ട് പ്രിയരെ. അപ്പോൾ കർത്താവ് ഇന്ന് നമ്മൾ ആ പ്രാർത്ഥന, എനിക്കൊന്ന് എറണാകുളം പ്രാർത്ഥന കഴിഞ്ഞിട്ട് 8-9 മാസം എന്ന് എനിക്ക് തോന്നുന്നല്ലേ? 8-9 മാസം കഴിഞ്ഞെന്ന് എനിക്ക് തോന്നുന്നത്. 6-7 മാസം മുകളിലാണ് എന്തായാലും. അപ്പോൾ ആലോചിച്ച് നോക്കി, അതിന് മുമ്പ് ഇന്ന് സാക്ഷ്യം പറയുമ്പോൾ ആ കാലഘട്ടത്തിൻ്റെ പുറകിൽ പോയി കർത്താവ് നിങ്ങളുടെ ഭവനങ്ങളിൽ വിഷയങ്ങളെ തൊടുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളെ എല്ലാവരെയും കാണുന്നു. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? പ്രത്യേകിച്ച് ഏപ്രിൽ മാസത്തെ പ്രാർത്ഥന മിസ്സാക്കരുത്. കണ്ണൂരും തിരുവനന്തപുരത്തും തൃശ്ശൂരും കൊല്ലത്തും ഒക്കെ നിങ്ങൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കണം. നമുക്ക് ഹോളുകളൊക്കെ അറേഞ്ച് ചെയ്യാനുണ്ട്. ഏറ്റവും ബെസ്റ്റ് ഹോള് പ്രത്യേകിച്ച് ഞാൻ പറയുന്ന പോലെ അന്വേഷിക്കണം. നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ കാർ പാർക്കിംഗ് എല്ലാ സൗകര്യങ്ങളുള്ള ഹോളുകൾ അന്വേഷിക്കുക. ഏപ്രിൽ മാസം മീറ്റിംഗ്
അതുകൂടാതെ നമുക്ക് അന്യഭാഷാ പ്രാർത്ഥന എറണാകുളത്ത് 29-ാം തീയതി നവംബർ മാസം നടക്കുന്നു. സൗദിയിൽ 14-ാം തീയതി അന്യഭാഷാ പ്രാർത്ഥന നടക്കുന്നു. ഈ ദിവസങ്ങളിൽ പലയിടങ്ങളിൽ നമുക്ക് ക്രമീകരിക്കേണ്ടതുണ്ട്. നിങ്ങൾ ഹോളുകൾ അന്വേഷിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ? വേഗത്തിൽ പറഞ്ഞാട്ടെ സാക്ഷിയുള്ളവർ. പറഞ്ഞു ബ്രദറെ, ഒരു സാക്ഷ്യമുണ്ട് പറയാനായിട്ട്. പറഞ്ഞു. രണ്ടാഴ്ചയായിട്ടുണ്ടാവും എൻ്റെ കാലിന് മുട്ടിന് ഒരു വേദന. അത് ഇന്നലെ സൗഖ്യമായി. കാലിൻ്റെ തള്ളവിരല്, വലത്തെ കാലിൻ്റെ തള്ളവിരല്, എനിക്ക് തോന്നുന്നു വർഷങ്ങളായി ആ വേദന തുടങ്ങിയിട്ട്. പക്ഷെ ഇന്ന് സൗഖ്യം കിട്ടി. ദൈവം വലിയ അത്ഭുതം ചെയ്തു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ഒരു 3 വർഷം, 4-5 വർഷമായിട്ടുണ്ടാവും. ഓർക്കണേ ഇല്ല ഞാൻ. ആ തള്ളവിരല് വേദനയുണ്ട്, മടക്കുമ്പം വേദനയുണ്ട്. അങ്ങനെ പക്ഷെ നടക്കാനൊന്നും കുഴപ്പമില്ല, പക്ഷെ വേദനയുണ്ട്, അതുകൊണ്ട് നടക്കും അങ്ങനെ. പക്ഷെ ഇന്ന് സൗഖ്യം കിട്ടിയിരിക്കുന്നു. ഞാൻ എന്നും കൈവച്ച് പ്രാർത്ഥിക്കും. അതെ, പൂർണ്ണ സൗഖ്യമായി. ഞാൻ എന്നും കൈവച്ച് പ്രാർത്ഥിക്കും. ആമേൻ. കർത്താവ് തോട്ട കൃപയ്ക്ക് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. കർത്താവിന്റെ അത്ഭുതകരമായ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. താങ്ക് യു ബ്രദറെ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് തൊട്ട വർഷങ്ങളായിട്ടുള്ള വേദനയാണ് യേശു സൗഖ്യമാക്കിയത്. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവർ? വേഗത്തിൽ പറഞ്ഞാട്ടെ. ഹലോ പാസ്റ്റർ. പറഞ്ഞു. ഹലോ, പറഞ്ഞു. എനിക്ക് 2 സാക്ഷ്യമുണ്ട്. ഒരു ദിവസം പാസ്റ്റർ ഒരു ചെറിയൊരു ഷോർട്ട് മെസ്സേജ് അയച്ചല്ലോ, ഈ രോഗികൾക്ക് സൗഖ്യമാകുന്നതിന്റെ പ്രാർത്ഥനയായിട്ട്. ആ സമയത്ത് എനിക്ക് ഒട്ടും വയ്യാതെ, എനിക്ക് തലവേദന എടുത്ത് ഇരിക്കാൻ വയ്യാത്ത ഒരു അവസ്ഥയിൽ ഇരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ അത് ഓണാക്കി വെച്ചിട്ട് ഞാൻ ഇങ്ങനെ തലയിൽ കൈ വെച്ച് ഞാൻ പ്രാർത്ഥിക്കായിരുന്നു. അത്ഭുതം എന്ന് പറയട്ടെ പാസ്റ്റർ, അത് ആ നിമിഷം തന്നെ എനിക്ക് ആ തലവേദന എനിക്ക് മാറിക്കിട്ടി. ദൈവത്തിന് മഹത്വം കൊടുക്കും. അപ്പോഴും എന്നെ മാറിക്കിട്ടി. പാസ്റ്റർ പ്രാർത്ഥിച്ച് തീർന്ന് ഞാനും കഴുകം വെച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ഭയങ്കരമായിട്ടുള്ള വേദനയായിരുന്നു. അപ്പോഴും എന്നെ മാറുകയും ചെയ്ത്. പിന്നെ വേറൊരു സാക്ഷ്യം എന്ന് പറഞ്ഞ പാസ്റ്റർ, എനിക്കൊരു 800 രൂപ എനിക്കൊരു മിറക്കിൾ മണി വന്നു. എനിക്കൊരു ലോൺ അടയ്ക്കാനുള്ള ഒരു ഇതുണ്ടായിരുന്നു. അപ്പൊ അതിൽ പൈസ ഒന്ന് കുറവായിരുന്നു. ഞാൻ ഈ ലോൺ അടച്ചിട്ട് ഞാൻ ബാലൻസ് ചെക്ക് ചെയ്തപ്പോ അതിൽ 800 രൂപ കിടക്കുന്നു. അത് എവിടെ നിന്ന് വന്നോ, എങ്ങനെ വന്നോന്ന് അറിയത്തില്ല, ആരയച്ചിട്ടുമില്ല. അങ്ങനത്തെ ഒരു മെസ്സേജ് ഒന്നും വന്നിട്ടില്ല. എങ്ങനെയോ ഒരു 800 രൂപ എന്റെ അക്കൗണ്ടിൽ വന്ന് നടക്കുന്നു. അതിന് കർത്താവിന് ഞാൻ മഹത്വം. തീർച്ചയായിട്ടും ഇത് വലിയ 2 സാക്ഷ്യമാണ് സൗരി പറഞ്ഞത്. ഒന്ന്, ആ രോഗസൗഖ്യം, നമുക്കൊരു ഷോർട്ട് മെസ്സേജിൽ രോഗസൗഖ്യ പ്രാർത്ഥനയിൽ, ആ പ്രാർത്ഥനയിൽ പ്രിയ മകളെ കർത്താവ് സൗഖ്യം കേട്ടപ്പോൾ തന്നെ എൻ്റെ രോഗസൗഖ്യത്തെ കർത്താവ് കൊടുത്തത് മാത്രമല്ല, ഈ ദിവസങ്ങളിൽ മിറക്കിൾ മണി അത് മസ്റ്റായിട്ട് നിങ്ങൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ നടക്കാൻ പോകുന്ന പ്രാർത്ഥനകൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മളിനി അന്യഭാഷാ പ്രാർത്ഥനകൾ പല ജില്ലയിലും ക്രമീകരിക്കുന്നുണ്ട്. നമുക്ക് നിങ്ങൾ വിതയ്ക്കുമ്പോൾ കർത്താവെ കർത്താവ് എൻ്റെ ജോലിയുടെ വരുമാനം മാത്രമല്ല, മിറക്കിൾ മണി, സറാഫാത്തിലെ വിധവയുടെ കലത്തിൽ നന്മ വന്നത്, അവരെ എണ്ണ വിറ്റ് സ്വർഗത്തിൽ നിന്നാണ് എണ്ണ വന്നത്. അല്പം എണ്ണയെ കുടുംബത്തിലുള്ളൂ, കടയിൽ നിന്ന് പോയി മേടിച്ചില്ല, വർദ്ധിപ്പിച്ചു. അത് മിറക്കിളാണ്. അവർക്കുണ്ടായ നന്മ മിറക്കിളാണ്. ഇത് പറയുമ്പോൾ ആൾക്കാർക്കെല്ലാം ഭയങ്കര വൈരാഗ്യവും ദേഷ്യവുമാണ്. മിറക്കിൾ മണി എന്നൊക്കെ പറയുമ്പോൾ ദൈവം കൊടുത്തതാണ് പത്രോസ്ലീഹായ്ക്ക് മീൻ്റെ വായിക്കകത്ത്. അതുകൊണ്ട് പ്രാർത്ഥിക്കണം, പറയണം, കർത്താവിലേക്ക് വിതയ്ക്കണം. പ്രാർത്ഥനകൾ വരുന്നുണ്ട്. എനിക്ക് ഏറ്റവും ബെസ്റ്റ് വിതയ്ക്കണം. എൻ്റെ അധ്വാനത്തിൻ്റെ ഇരട്ടി സ്വർഗരാജ്യത്തിലെ നന്മകൾ എനിക്ക് വേണം. ഈ ദിവസങ്ങളിൽ മിറക്കിൾ മണിക്ക് വേണ്ടി എല്ലാ ദിവസവും കൽപ്പിക്കണം. ബാങ്കുകളെ കൽപ്പിക്കണം, വായ്പ മേടിക്കത്തില്ലെന്ന് പറയണം. ഞാൻ വാരി വിതറി കൊടുക്കുമെന്ന് പറയണം. എനിക്ക് ഭവനങ്ങൾ ഉണ്ടാകുമെന്ന് പറയണം. ഞാൻ ഈ ദേശത്ത് യേശുവിൻ്റെ സാക്ഷിയാകുമെന്ന് തന്നെ വിളിച്ചു പറയണം. കാര്യം ദാരിദ്ര്യത്തിൻ്റെ അനേകരെ സഹായിക്കുവാൻ കർത്താവ് നമ്മളെ നിറയ്ക്കും. അത് ഉറപ്പാണ്. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. മിറക്കിൾ മണി ഇനിയും വർദ്ധിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവർ? ബ്രദറെ, എനിക്കും മിറക്കിൾ മണി കിട്ടി ബ്രദറെ. ഞാൻ ഈ മിറക്കിൾ മണിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എൻ്റെ മോൾക്ക് സാമ്പത്തികമായി ബുദ്ധിമുട്ട് വന്ന് ഒത്തിരി വിഷമിച്ച് ഞാൻ പറഞ്ഞു, മോളെ പ്രാർത്ഥിക്ക്, മിറക്കിൾ മണിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പറഞ്ഞു. മോള് ഒരു ദിവസം എൻ്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. അവൾക്ക് ജോലിയുള്ള, പക്ഷേ ഒട്ടും അവള് പൈസയായിട്ട് അവള് കാർഡാണ് ഉപയോഗിക്കുന്നത്, രൂപയായിട്ട് ഉപയോഗിക്കാറില്ല. പക്ഷെ $300 അവൾക്ക് അതായിരുന്നു ആവശ്യം. $300 അവിടെ പോക്കറ്റിൽ വെറുതെ കിടന്ന് കിട്ടി. എവിടുന്ന് അവൾ ഒരിക്കലും ഈ രൂപയായിട്ട് അവൾ ഉപയോഗിക്കാറുള്ളതല്ല. പക്ഷെ ഈ അവൾ ഉപയോഗിക്കുന്ന പാന്റിന്റെ പോക്കറ്റിൽ കിടന്ന് $300 എവിടുന്ന് വന്നതാ? അവൾ പറയുന്നത്, ഞാൻ ഈ ഡോളർ ഉപയോഗിക്കാറില്ല, പക്ഷേ $300 അവിടെ പാന്റിന്റെ പോക്കറ്റിൽ. ഇത് വലിയൊരു കാര്യമാണ്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് അറിയാം, പ്രത്യേകിച്ച് യൂറോപ്പിലും മറ്റ് ആരെങ്കിലും, ഞാൻ സത്യം പറഞ്ഞാൽ നമുക്ക് കയ്യിൽ ഇവിടെ ആരും നമ്മുടെ നാട്ടിലെ പോലെ അല്ല, കയ്യിൽ ആരും കാശ് കൊണ്ട് പ്രത്യേകിച്ച് വെക്കാറില്ല. നമ്മുടെ നാട്ടിലെ പോലെ പേഴ്സിൽ എല്ലാം ക്യാഷ്ലെസ് രീതിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്.
അപ്പോൾ അത് കറക്റ്റാണ് സൗകര്യം പറഞ്ഞത്. അങ്ങനെ പ്രത്യേകിച്ച് അത്രയും $300 ആരും കൈ വെക്കത്തില്ല. പ്രത്യേകിച്ച് യൂറോപ്പ് കുറവാണ്, വളരെ റെയറാണ്. 99% ആൾക്കാരും റെയറാണ് വെക്കുന്നത്. പക്ഷേ സൗകര്യം പറഞ്ഞ് മിറക്കിൾ മണിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് $300 കൊണ്ടുവന്ന് അക്കൗണ്ടിൽ വെച്ചതുപോലെ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ ദിവസങ്ങൾ നമുക്കുള്ളതാണ്. കർത്താവ് നമ്മുടെ ദാരിദ്ര്യത്തെ ക്രൂശിൽ വഹിച്ചതാണ്. നമ്മൾ ദരിദ്രനല്ല, ക്രിസ്തുവിൽ ബഹുസമ്പന്നനാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നിങ്ങൾ കൽപ്പിച്ചോണം. മറ്റുള്ളവർ മുമ്പ് ഇപ്പോൾ വായ്പ മേടിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല, കൊടുക്കുന്നവരാക്കുമെന്ന് ഇസ്രായേൽ എന്തുകൊണ്ട് അനുഗ്രഹിക്കപ്പെടണം? അവർ യൂസ് ചെയ്യുന്ന മുഴുവനും ദൈവത്തിൻ്റെ മിറക്കിൾസാണ്. അവിടെ നിങ്ങൾ കർത്താവ് മിറക്കിൾ മണി ഉണ്ടാകും. കർത്താവ് ഇന്ന് കൊടുത്ത നന്മയ്ക്ക് നന്ദി. നിങ്ങൾ പിന്നെയും കർത്താവ് ഇത് കിട്ടുമ്പോൾ ദൈവരാജ്യത്തിന് ഞാൻ പ്രയോജനമുള്ളതായി തീർന്നു. നമുക്ക് നന്മ എത്ര കിട്ടിയാലും ദൈവരാജ്യത്തിൽ നിങ്ങൾ പ്രയോജനമുള്ളവരായി തീരണമേ. ഗോഡ് ബ്ലസ് യു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവർ? പറഞ്ഞു. ഹലോ, സാക്ഷ്യമുണ്ട്. പറഞ്ഞു. 15 വർഷമായിട്ടുണ്ടായിരുന്ന ഒരു ഫോറസ്റ്റിന്റെ ഞങ്ങളുടെ വസ്തു സംബന്ധമായ ഒരു പ്രശ്നത്തിലെ കേസ് ഞാൻ ഇത് സാക്ഷ്യമാക്കി തീർക്കും എന്ന് പറയും എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇന്ന് ദൈവത്തിന്റെ കൃപയാല് അതൊന്ന് കോടതി തള്ളിക്കളഞ്ഞ കേസ് 15 വർഷമായിട്ട് നടന്നുകൊണ്ടിരുന്ന കേസാണ്. വലിയ അത്ഭുതം. സഹോദരി പറഞ്ഞു 15 വർഷമായിട്ട് നമ്മളെ കറക്കിയ വിഷയമാണ്. പക്ഷെ പറഞ്ഞു എനിക്ക് ഈ വിഷയം സാക്ഷ്യം പറയുന്ന തീരുമാനം എടുത്തു. ബൈബിൾ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ആ കേസ് 15 വർഷമായിട്ട് തള്ളാത്തത് തള്ളിപ്പോയി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. കർത്താവിൻ്റെ നാമത്തിൽ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം, ദൈവരാജ്യം പ്രസംഗിച്ചോണം കേട്ടോ. ഗോഡ് ബ്ലസ് യു, ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പറഞ്ഞു. ബ്രദറെ, എനിക്ക് മിറക്കിൾ മണി വന്നു കുറച്ച് ദിവസം മുൻപ്. മിറക്കിൾ മണി വന്നിട്ടുണ്ടായിരുന്നു. മിറക്കിൾ മണി ലഭിച്ചു. 12,000 രൂപ ഞാൻ പ്രാർത്ഥിക്കണ്ടായിരുന്നു. വല്ലാണ്ട് കടത്തിലിരിക്കായിരുന്നു. അത് എനിക്ക് ആ നേരത്ത് ഉപകരിക്കപ്പെട്ടു. ഞാൻ ചെറിയൊരു തുക വിതയ്ക്കാനും ഉപയോഗിച്ചു. കൂടുതലൊന്നും ഉണ്ടായിരുന്നില്ല. മാതി സിസ്റ്ററെ, നമ്മൾ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു. സിസ്റ്റർ പറഞ്ഞുകൊണ്ട് തന്നെ കടഭാരത്തിൻ്റെ അകത്ത് ഇരിക്കുമായിരുന്നു. അത് പറഞ്ഞു, നമ്മുടെ മനസ്സിൽ മൊത്തം പിശാച്ച് പറയും വായ്പ മേടിക്കുക, അവിടെ നിന്ന് മേടിക്കും, ഇവിടെ നിന്ന് മേടിക്കും, ബ്ലേഡെടുക്കുക. പക്ഷെ അവിടെ ഇരിക്കുക. സറാഫാത്തിലെ വിധവയ്ക്ക് ദൈവം വർദ്ധിപ്പിച്ചെങ്കിൽ ദൈവത്തെ വിളിക്കുന്നവന് ഒരു നന്മയ്ക്കും കുറവ് വരത്തില്ല. സൗകര്യം പറഞ്ഞുകൊണ്ട് തന്നെ കടഭാരത്തിൻ്റെ അകത്ത് ഇരിക്കുമായിരുന്നു. പക്ഷേ കർത്താവിൻ്റെ നാമത്തിൽ മിറക്കിൾ മണിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവം നന്മ കൊടുത്തു. ഈ മിറക്കിൾ മണി ആൾക്കാർക്ക് ആരും കൊടുക്കുന്നതല്ല, നമ്മളിലേക്ക് ദൈവം തരുന്നതാണ്. അതിൽ നിന്ന് ശേഷിച്ചത് കർത്താവിൻ്റെ വേലയ്ക്ക് വിതയ്ക്കുകയും ചെയ്തു. കണ്ടോ, വർദ്ധിപ്പിക്കും എല്ലാ ദിവസവും. ഒരു ലോറൻസിന്റെ കാര്യം പറഞ്ഞില്ലേ, അതെന്റെ സഹോദരൻ. അവന് 3 കുട്ടികളുണ്ട്. 3 കുട്ടികളും ഓട്ടിസം ബാധിച്ച കുട്ടികളാണ്. അതില് രണ്ടെണ്ണത്തിന് അബോർഷനാക്കി. പിന്നെ ഒരു കുട്ടിയുള്ളത്, അതിനിപ്പോ 15 വയസ്സാ. പിന്നെ അവന് വെച്ചിട്ടുണ്ടെങ്കിൽ വെരിക്കോസിന്റെ അസുഖം, ഭാര്യക്ക് തണ്ടിൽമേ വെള്ളത്തിന്റെ പ്രശ്നം ഒക്കെയാണ്. പക്ഷെ അവര് 13 കൊല്ലമായിട്ട് അവന്റെ ഭാര്യ ഞങ്ങളായിട്ട് മിണ്ടിപ്പിക്കുന്നില്ല. അവന്റെ ഭാര്യ വീട്ടുകാര് എന്താ പറയുക, ഒരു അമ്പലമൊക്കെ ആയിട്ട് അവനെ കണക്ട് ചെയ്ത് കൊടുക്കുക വച്ചിരിക്കുക. അപ്പൊ ഞങ്ങളായിട്ട് ഭയങ്കര മിണ്ടലൊന്നും ഇല്ല. പക്ഷെ അവര് വീട്ടുകാരെന്ന് തോന്നുന്നു. ഞങ്ങൾക്ക് സഹോദരങ്ങൾക്കൊക്കെ ഭയങ്കര നെഗറ്റീവൊക്കെ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചോണം. ദൈവം എന്ന് നിങ്ങളെ സാക്ഷിയാക്കും. ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ ബ്ലെസ് ചെയ്തോണം. നമ്മൾ പ്രത്യേകിച്ച് മതപരമായ ഒരു കാര്യങ്ങളും നിങ്ങൾ അതിനകത്ത് പറയാതിരിക്കുക. അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചോണം. പ്രത്യേകിച്ച് ആ ഓട്ടിസം ഉള്ള കുഞ്ഞിന് വേണ്ടി ദൈവം സൗഖ്യമാക്കും. ദൈവം ഊനമില്ലാത്ത തലമുറയെ തരുന്ന തമ്പുരാനാണ്. കൈവച്ചോണം. ആ ഡിസോർഡർ ആയിട്ടിരിക്കുന്ന കുഞ്ഞ് കർത്താവിൻ്റെ കുഞ്ഞായിട്ട്, കർത്താവിൻ്റെ രീതിയിൽ അവൻ സൗഖ്യമായി മാറും കേട്ടോ. അതൊരു അസുഖമാണ്. അസുഖത്തിന് വേണ്ടി കൂടെ യേശു വില കൊടുത്ത കേട്ടോ. അങ്ങനെ തന്നെ പറഞ്ഞോണം. അതൊരു അസുഖമാണ്. ആ അസുഖത്തിന് വേണ്ടി യേശു വില കൊടുത്തതാണ്. ആ കുഞ്ഞ് പൂർണ്ണ എല്ലാ ദിവസവും അവസരം കിട്ടുമ്പോഴെല്ലാം കൈവച്ചോണം. കർത്താവ് തുടങ്ങും. ഗോഡ് ബ്ലസ്. പറഞ്ഞു പറഞ്ഞു പറഞ്ഞു. ഒരാലോചന പറഞ്ഞായിരുന്നു, കവിയൂര് പോകുമെന്ന് പറഞ്ഞ്. എന്റെ സ്ഥലമാണ്, ഞാൻ താമസിക്കുന്നത് തിരുവനന്തപുരത്താണ്. ഞാൻ 2 മാസം പോയിരുന്നു. ഞാൻ 3-4 വീടുകളെല്ലാം പോയി ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ വന്നത്. ഓ, കർത്താവ് വീണ്ടും അവിടെ അയക്കാൻ വേണ്ടി പോകട്ടെ. അവിടെ ഒരു ഭവനത്തിൻ്റെ അകത്തൊരു സഹോദരിക്ക് വിടുതലിന് വേണ്ടി ആ ദേശത്തൊരു ചർച്ചയാകും. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോണം, ആലോചന ഏറ്റെടുത്തോണം. ഇന്ന് പത്രോസ്ലീഹ മുടന്തനെ എണീപ്പിച്ചപ്പോഴേക്കും അവിടെ ദേശം ഇളകിയതുപോലെ ഒരു സൗഖ്യത്തിന് വേണ്ടി, അത്ഭുതത്തിന് വേണ്ടി ദൈവം ഒരുക്കാൻ വേണ്ടി പോകട്ടോ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. സഹോദരിക്ക് ആ ശരീരം, അവരുടെ മുഖവും ശരീരം മൊത്തം ഉണ്ണി ബാധിച്ചിരിക്കുകയാണായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചു. പിന്നെ അതുപോലെ തന്നെ ബ്രദർ പറഞ്ഞു, ഈ ശേരി എന്ന് പറയുന്നത് മാത്രമേ കാണുന്നുള്ളൂ. പടിഞ്ഞാറ്റുശ്ശേരിയാണോ? ഞാൻ ശരി എന്നുള്ളത് അങ്ങനെ ഒരു പേര് മാത്രം. ഞാൻ പറഞ്ഞില്ല, പലപ്പോഴും ചില ആലോചന നമുക്ക് ക്ലിയർ ആയിട്ട് കാണും, ചിലപ്പോൾ അംശമായിട്ട് നമ്മൾ കാണും. അതിനകത്ത് ഞാൻ പറഞ്ഞ പൂർണ്ണമല്ല. ശരി എന്നുള്ളത് അങ്ങനത്തെ ഒരു വീട്ടുപേരെ കണ്ടുകൊണ്ടിരുന്നത്. അതെന്തുവാ അത്? പടിഞ്ഞാറ്റുശ്ശേരി എന്നാണ്. അതാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് കുറച്ച് ദൂരം പോകണം. കവിയൂരിൽ നിന്ന് കുറച്ച്
അമ്പലത്തിന്റെ എന്തായാലും അവിടുന്ന് പ്രാർത്ഥനയിൽ ഓർക്കുക കർത്താവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ വാക്തത്വം ആ ആലോചനയുമായിട്ട് ബന്ധമെങ്കിൽ ദൈവം അവിടെ അയക്കും കേട്ടോ. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവർ? ഹലോ, പറഞ്ഞു സ്വത്രം. പറഞ്ഞു. ബ്രദറെ, ഞാൻ ഈ തിങ്കളാഴ്ച തൊട്ട് ബുധനാഴ്ച വരെ പണിയില്ലായിരുന്നു എനിക്ക്. അപ്പൊ അതിനു മുമ്പ് ഞങ്ങളുടെ സഭയ്ക്ക് ഈ ശനിയാഴ്ച, ഈ വരുന്ന ശനിയാഴ്ച സഭായോഗം വെച്ചിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു 50 ഗ്ലാസും 50 പ്ലേറ്റും ഞാൻ വാങ്ങിച്ചേക്കാം എന്ന് പറഞ്ഞ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. പക്ഷെ തിങ്കളാഴ്ച തൊട്ട് പണിയില്ല. അപ്പൊ എനിക്ക് ആ വിഷമമായി. കർത്താവേ, ദിവസങ്ങൾ അടുക്കുന്നല്ലോ, പണിയും ഇല്ലാതായി. തിങ്കൾ, ചൊവ്വ, ബുധൻ, ഇന്നിപ്പായി. ഇനിയിപ്പോൾ 2 ദിവസം കൂടെ ഉള്ളൂ. എന്നാ ചെയ്യുന്നു? ഇങ്ങനെ വിഷമിച്ചിരുന്നു. ഇപ്പം ഇന്ന് ഒരു സഹോദരൻ പ്രാർത്ഥിക്കാനായിട്ട് എന്നെ വിളിച്ചു. അവിടെ പോയി പ്രാർത്ഥിച്ചു. ആ സഹോദരൻ നന്ദി കർത്താവെ, തക്ക സമയത്ത് നന്മ ഒരുക്കി നന്ദി പറയുന്നു. ഗോഡ് ബ്ലെസ് യു ബ്രദറെ. പ്രാർത്ഥിച്ചോണം കർത്താവ് എനിക്ക് വേണ്ടി മിറക്കിൾ മണി അത്ഭുതകരമായ പത്രോസ്ലീഹായ്ക്ക് വേണ്ടി ഒരുക്കിയതുപോലെ വാരി വിതറി കൊടുക്കാനുള്ള നന്മ ഇനിയും ഒരുക്കുമെന്ന് കൽപ്പിച്ചുകൊണ്ടിരുന്നോണം. കർത്താവ് ഓർക്കും കേട്ടോ. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ള? പറഞ്ഞു. സാക്ഷ്യം വെച്ചാൽ എൻ്റെ ഹസ്ബൻഡിന് ഇതുപോലെ ലൂസ് മോഷനുമായി കുറെ ഒരു 3 ദിവസം. അത് കഴിഞ്ഞിട്ട് ലൂസ് മോഷൻ്റെ ഗുളിക കഴിച്ചപ്പോൾ ഛർദിയായി. അങ്ങനെ പിന്നെ ഹോസ്പിറ്റലിലേക്ക് പോവാണ്ട് തന്നെ ദൈവം അത് 3 ദിവസത്തിനുള്ളിൽ സൗഖ്യമാക്കി കൊടുത്തു. അതുപോലെ തന്നെ എനിക്ക് അങ്ങനെ പെട്ടെന്ന് ഡൗൺ ആയിട്ട് ഞാൻ അങ്ങനെ ഷിവറിങ് പോലെയൊക്കെ വന്ന് വീണു, ബെഡിൽ വീണു. അങ്ങനെ അതും ദൈവം ഒരു ഏകദേശം 2 മണിക്കൂറിനുള്ളിൽ അതും സൗഖ്യമാക്കി തന്നു. പിന്നെ എന്ന് വെച്ചാൽ ഒരു സാക്ഷ്യം കൂടെ പറഞ്ഞ മിറക്കിൾ മണിയാണോ എന്ന് അറിയില്ല. കാരണം എനിക്ക് പ്രാർത്ഥനയിൽ ഒരു സ്ഥിരത ഇല്ലാത്ത ഒരു വ്യക്തിയാണ് ഞാൻ. ഒരു കാര്യം പറഞ്ഞ ഒരു ദിവസം ഇങ്ങനെ പ്രാർത്ഥിക്കുള്ളൂ, പിന്നെ പ്രാർത്ഥിക്കില്ല. അപ്പൊ മിറക്കിൾ മണിന്ന് പറയാൻ പറ്റില്ല. എങ്കിലും ഒരു കുക്കർ മേടിക്കണം എന്ന് വിചാരിച്ച് ഞങ്ങൾ നോക്കിയപ്പോ എനിക്ക് 2000 രൂപ അക്കൗണ്ടിലേക്ക് പെട്ടെന്ന് വന്ന് നോക്കിയപ്പോ ഒരു ഫ്രണ്ടാണ് അയച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അതേ ദിവസം തന്നെ ആൾക്കും 2000 രൂപ ലോട്ടറി അടിച്ചു. അങ്ങനെ 4000 രൂപ. അത് സാക്ഷിയായിട്ട് ഞാൻ പറയുന്നു. തീർച്ചയായിട്ടും നമ്മുടെ ആവശ്യങ്ങളെ ദൈവം അറിയുന്നു. ഈ ദിവസങ്ങളിൽ നിങ്ങൾ പറഞ്ഞോണം സിസ്റ്റർ, ഞങ്ങൾ കുടുംബമായിട്ട് കർത്താവിൻ്റെ സാക്ഷ്യങ്ങളാകും. പട്ടണത്തിൽ, ദേശത്തിൽ ഞങ്ങൾ കർത്താവിൻ്റെ സാക്ഷിയായിട്ട് മാറും. ഇന്ന് കർത്താവ് ചെറിയതെങ്കിലും നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങളെ ദൈവം ചെയ്യുന്നു, അതും പറയണം. ഇത് ദൈവത്താൽ സംഭവിച്ചതെന്ന് മറ്റുള്ളവർ എന്നെപ്പറ്റി പറയുന്ന രീതിയിൽ കർത്താവ് എന്നെ ഉപയോഗിക്കുന്നു പറഞ്ഞു കേട്ടോ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. കർത്താവ് ഇടപെട്ടതിന് നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവർ? പറഞ്ഞു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ ഞാനിങ്ങനെ ഒരു പേപ്പർ എടുത്ത് എനിക്ക് കുറച്ച് ആവശ്യങ്ങളുണ്ട്. അതെല്ലാം ഞാനിങ്ങനെ എഴുതി വെച്ചിട്ട് എൻ്റെ കർത്താവിനോട് ഇതെല്ലാം ഞാനിങ്ങനെ പറഞ്ഞു. ബ്രദർ പറയുന്നോണം വിശ്വാസത്തിന്റെ വാക്കുകളെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ ബ്രദർ ഇന്ന് പറഞ്ഞു എൻ്റെ മോനെ കുറിച്ച് അവന്റെ ജോലി വിഷയമായിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെ അവൻ എൻ്റെ നാമത്തിൽ ചെയ്തു തരും. അന്നേരം ഞാൻ ഇന്ന് ദൈവത്തോട് ചോദിച്ചു, കർത്താവേ ഇത് ചെയ്തു തരുമെന്ന് പറഞ്ഞല്ലോ, ഇത് ഇങ്ങനെ അങ്ങ് പറഞ്ഞാൽ മതിയോ എന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബ്രദർ ഇതെല്ലാം പറഞ്ഞു തന്നു. ബ്രദറെ ദൈവത്തിന് നന്ദി പറയുന്നു. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. അത് കർത്താവ് നമ്മളെ പഠിപ്പിച്ചതാണ്. ഇനി അത് ഏറ്റുപറഞ്ഞ് കൽപ്പിച്ചോണം. വലിയ സാക്ഷ്യങ്ങൾ കർത്താവ് തുറക്കും കേട്ടോ. ഗോഡ് ബ്ലെസ് യു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. പറഞ്ഞു സിസ്റ്ററെ. അതെ, എനിക്ക് പ്രാർത്ഥന കേട്ടോണ്ടിരുന്നു. ഇപ്പൊ ഭയങ്കര കൈയും കാലും ഉള്ളിക്കൂടെ ഭയങ്കര വേദന. ഇപ്പൊ അത് കുറഞ്ഞു, മാറി. ഇപ്പൊ മാറിയെന്നാണോ സിസ്റ്റർ? അത് കുറഞ്ഞു എന്നാണോ? തീർത്ത് മാറി, വേദന ഇല്ല ഇപ്പൊ വേദനയില്ല. അതാണ് പറയേണ്ടത്. വ്യക്തമായിട്ട് ഓർത്തോണം. ഇപ്പൊ ഒട്ടും വേദനയില്ല അല്ലേ? കർത്താവ് അങ്ങ് തൊട്ട കൃപയ്ക്ക് നന്ദി, സൗഖ്യമായ കൃപയ്ക്ക് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ കർത്താവ് നമ്മുടെ വേദനകളെ ക്രൂശിൽ വഹിച്ചതാണ്. നമ്മുടെ രോഗങ്ങളെ കർത്താവ് അനുഭവിച്ചതുകൊണ്ട് നമ്മൾ അനുഭവിക്കേണ്ട കാര്യമില്ല. ദിവ്യ ആരോഗ്യവും ദീർഘായുസ്സും നമ്മുടെ അവകാശമാണ്. ഞാൻ ആരോഗ്യത്തോടെ ഇരുന്ന് ദീർഘായുസ്സോടെ ഇരുന്ന് കർത്താവിനെ സ്തുതിക്കുന്ന എല്ലാവരും പറയണം. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവർ? മറ്റാരുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പറയാൻ വേണ്ടിയാണ് മ്യൂട്ട് മാറ്റിയിരിക്കുന്നത്. പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്.
പറഞ്ഞു എനിക്ക് സിസ്റ്ററെ. സാക്ഷി പറയാനുണ്ട് ബ്രദറെ. പറഞ്ഞു. മരണത്തിന്റെ താഴ്വര കൂടെ കടന്നുപോയാലും ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കില്ല എന്നുള്ള ആ വാക്യപ്രകാരമാണ് ഈ സാക്ഷിയുള്ളത്. ഞങ്ങൾ ഇതിന് ഒരു ദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഒരു ഹാളിൻ്റെ അകത്താണ് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ സോഫ എല്ലാം കിടപ്പുണ്ട്. അങ്ങനെ കുഞ്ഞുങ്ങളും ഞങ്ങളെല്ലാവരും കൂടി പ്രയറൊക്കെ കഴിഞ്ഞ് എണീറ്റ് പോയി ഫുഡൊക്കെ കഴിച്ച് ഉറങ്ങാൻ പോണ നേരത്ത് ലൈറ്റ് ഓഫ് ചെയ്ത് കാണാൻ ഒരു പാമ്പ് അവിടെ നിന്ന് ഇറങ്ങി വന്നു. അങ്ങനെ കുഞ്ഞുങ്ങളാണ് അത് കണ്ടത്. അത്രയും നേരം ഞങ്ങൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയും ഭക്ഷണം കഴിക്കാനും അല്ലെങ്കിൽ ഇതൊക്കെ ഒരുമിച്ചിരിക്കുന്ന സ്ഥലമാണ്. പക്ഷെ ഞങ്ങൾ അവിടെ നിന്ന് പോയി കഴിയുമ്പോഴാണ് ഇത് ഇറങ്ങി വന്നാൽ അതിനെ കൊല്ലാൻ പറ്റി. അത് കഴിയുമ്പോൾ ഞങ്ങൾ ഇനി ഉണ്ടാവത്തില്ല എന്ന് പിറ്റേ ദിവസം വീണ്ടും അതേ സമയമായപ്പോൾ വീണ്ടും ഒരു പാമ്പ് കൂടി വന്നു. അങ്ങനെ ഞങ്ങൾ ആ പേടിച്ചു പോയി. പിന്നെ എല്ലാം തിരഞ്ഞു നോക്കി ഒന്നും കിട്ടിയില്ല. ദൈവകൃപയാൽ ഞങ്ങൾ കുഞ്ഞുങ്ങളൊക്കെ അവിടെ ഇരുന്ന് കളിക്കുകയൊക്കെ ചെയ്യുന്ന സ്ഥലമാണ്. പിന്നെ ഞങ്ങളെല്ലാം ചെക്ക് ചെയ്തപ്പോൾ ഒന്നും കിട്ടിയില്ല. അങ്ങനെ ദൈവത്തിന്റെ കൃപയാൽ ഒരു അനർത്ഥം വരാതെ കൊണ്ട് ഞങ്ങളെ സൂക്ഷിച്ച ദൈവത്തിന് നന്ദി പറയുന്നു. നന്ദി കർത്താവെ. അങ്ങ് പറഞ്ഞ പോലെ തന്നെ ഇന്നൊരു സാക്ഷ്യമായിട്ട് പറഞ്ഞു. അനർത്ഥം ദൈവത്തിൻ്റെ കൃപ, ദൈവം നമ്മളെ സൂക്ഷിക്കുന്ന തെളിവാണ്. ദൈവം നമ്മളെ ഇന്ന് ജീവനോടെ നിർത്തിയത് വലിയ കൃപയാണ്. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. എനിക്കൊരു സാക്ഷിയുണ്ട് പറയാൻ. പറഞ്ഞു. സ്തോത്രം. എൻ്റെ മോള് ജർമ്മൻ ഭാഷ പഠിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. കഴിഞ്ഞ മാസം 22-ാം തീയതി ആയിരുന്നു എക്സാം. കൊൽക്കത്തയിൽ വെച്ചായിരുന്നു എക്സാം. മോള് എക്സാമിന് മോക്കാണെങ്കിൽ ഉച്ചയ്ക്ക് 12:15 അവർ പരീക്ഷാ ഹോളിൽ മോളെ പരീക്ഷയ്ക്കായിട്ട് കയറ്റി. എങ്കിലും അവളെ ഏറ്റവും ലാസ്റ്റ് എല്ലാ കുട്ടികളുടെയും കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റിലാണ് മോളെ വിളിച്ചത്. അവർ വിളിച്ചപ്പോഴത്തേനും മോക്ക് ആ സമയം 5:15 അവൾക്ക് അവിടെ പ്രഷർ കുറഞ്ഞു. അവർ ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും അവൾക്ക് പറയാൻ പറ്റിയില്ല. അവർ ചോദിക്കുന്ന ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം തന്നെ അവള് റിപ്പീറ്റ് പറഞ്ഞുകൊണ്ടിരുന്നു. കാരണം അവൾക്ക് മറവി വരുന്നു, പറയാൻ പറ്റുന്നില്ല. വെള്ളമൊക്കെ തൊണ്ടയിലെ വെള്ളമൊക്കെ പോയി. അവൾ വല്ലാത്ത സ്റ്റേജായി. പിന്നെ ഇതുണ്ടായിരുന്നു ഡിബേറ്റിന് അവൾക്ക് കുറച്ച് പറയാൻ പറ്റി, ബാക്കി ഒന്നും പറയാൻ പറ്റില്ലെങ്കിലും എക്സാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് മോളായിരുന്നു, അതും കൂടെ കഴിഞ്ഞ് സ്റ്റോപ്പ് ചെയ്തിട്ട് പിറ്റേന്ന് എഴുതാനുള്ള കുഞ്ഞുങ്ങൾക്കൊന്നും എക്സാം എഴുതാൻ പറ്റിയില്ല. അവിടെ ഭയങ്കര മഴയും വെള്ളപ്പൊക്കമായി. അപ്പോൾ അവർക്കൊന്നും എഴുതാൻ പറ്റിയില്ല. മോക്ക് ലാസ്റ്റ് ആയതുകൊണ്ട് മോൾ അത്രയും പറഞ്ഞു നിർത്തി. അവള് ഇവിടെ വീട്ടിലോട്ട് വിളിച്ചിട്ട് ഞങ്ങൾ ഭാരപ്പെടുമെന്ന് വിചാരിച്ചു. അവള് പറഞ്ഞു, മമ്മി ഞാൻ കുറച്ചൊക്കെ പറഞ്ഞെന്ന് മാത്രം പറഞ്ഞു. പക്ഷെ പിന്നെ വീട്ടിൽ വന്നിട്ട് നമ്മള് പറഞ്ഞു, മമ്മി എനിക്കൊന്നും പറയാൻ പറ്റിയില്ല മമ്മി, ഇങ്ങനെയുള്ള അവസ്ഥയിലായിരുന്നു, എനിക്ക് പ്രഷറൊക്കെ കുറഞ്ഞു പെട്ടെന്ന്, വല്ലാത്തൊരു സ്റ്റേജ് ആയിരുന്നു. പക്ഷെ ഞങ്ങൾ ഐദ സിസ്റ്ററെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഈ പ്രാർത്ഥനാ വിഷയത്തിലും ബ്രദറിന്റെ ഈ മീറ്റിങ്ങിലും ഒക്കെ പങ്കെടുത്ത് ഞങ്ങൾക്ക് ഒത്തിരി ആശ്വാസവും ധൈര്യവും കർത്താവ് തന്ന്. മോക്ക് മോളുടെ റിസൾട്ട് വന്നു. മോക്ക് കർത്താവ് നല്ലൊരു ജയം കർത്താവ് കൊടുത്ത്. നന്ദി കർത്താവ്. കർത്താവിൻ്റെ വലിയ കൃപയാണ്, ദൈവം പ്രവർത്തിച്ച വലിയ കൃപയാണ്. ഇന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഇന്ന് രാജ്യത്ത് അയക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തിയാണ്. കർത്താവ് അത് ഇടപെട്ടതിന് നന്ദി പറഞ്ഞ് ഗോഡ് ബ്ലെസ് യു. വലിയ കാര്യം നിങ്ങൾ പറഞ്ഞിട്ടില്ല, കൂടെ വന്ന് ആർക്കും എഴുതാൻ പറ്റിയില്ല. പക്ഷേ പ്രിയ മകൾക്ക് ആ സമയത്ത് ഒത്തിരി ദൈവം അയക്കണമെന്ന് ആഗ്രഹിച്ച എൻ്റെ പ്രിയരെ ഒരു തടസ്സവും വിഷയമല്ല. അത് വലിയൊരു സാക്ഷ്യമാണ്. മറിയ മകളെ ദൈവം ജർമ്മനിയിൽ അയക്കും കേട്ടോ. പ്രത്യേകിച്ച് ജർമ്മനി കൂടുന്ന ആളുകൾ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോണം. കർത്താവ് ഒരു വലിയൊരു നിയോഗം ആ രാജ്യത്തിൻ്റെ മേൽ നിങ്ങൾ അയക്കുന്നുണ്ട്. ആ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോണം. ആ രാജ്യത്തോട് ഓരോരുത്തരെ ദൈവം അയക്കുന്നത് കൂടി ആ ദേശത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടിയാണ്. കർത്താവ് വലിയ സാക്ഷിയാണ് കേട്ടോ. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. അവർക്ക് മാർച്ചാണ് അവർ പറഞ്ഞിരിക്കുന്ന സമയം. മാർച്ച് മാസത്തെ മോക്ക് ഒരു തടസ്സം കൂടാതെ മോളുടെ വിസ ധൈര്യമായിട്ടിരിക്കുക സിസ്റ്റർ, ധൈര്യമായിട്ട്. അത് ഇത് വലിയ തെളിവായത്. ഇത്രയും പ്രശ്നങ്ങളുടെ നടുവിൽ ദൈവം അത് ജയിപ്പിച്ച് നമ്മുടെ അയക്കണം എന്നുള്ള ദൈവത്തിൻ്റെ പ്ലാൻ. ദൈവമക്കളെ കർത്താവ് ആ രാജ്യത്തോട്ട് അയക്കുന്നത് ആ രാജ്യത്ത് വലിയൊരു പ്രവൃത്തിയെ ദൈവം ചെയ്യാൻ വേണ്ടി കേട്ടോ. പ്രാർത്ഥിച്ചുകൊണ്ട് പോകണം, അവിടെ ചെന്നിട്ട് പോകണം. ദൈവരാജ്യത്തിന് പ്രയോജനത്തിന് വേണ്ടി ഞാൻ പോകുമെന്ന് പറഞ്ഞു. ജോലിക്ക് വേണ്ടി മാത്രമല്ല, ഞാൻ ദൈവരാജ്യത്തിൻ്റെ പ്രയോജനത്തിന് വേണ്ടി പോകുന്ന മോളെ കൊണ്ട് പറയിപ്പിച്ചോണം. അത് കർത്താവ് അവിടെ അയക്കും കേട്ടോ. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവർ? അന്യഭാഷ പറഞ്ഞപ്പം രേഷ്മ എന്ന് പറഞ്ഞു ഒരു ആളുടെ പേര് വന്നെന്ന് പറഞ്ഞില്ലേ. അത് രേഷ്മ എൻ്റെ അനിയത്തിയുടെ മോളാണ്. അവള് UK-യിലാണ്. അവളുടെ ഹസ്ബൻഡിന്റെ ബർത്ത്ഡേ ആയിരുന്നു ഇന്ന്. അപ്പൊ ഞാൻ അവൾക്കൊരു മെസ്സേജ് ഇട്ടുന്നു. പിന്നെ ഈ ജനിച്ച അവളുടെ 2 മക്കൾ ഏത് മാസത്തിലാണ് ജനിച്ചതെന്ന് എനിക്കറിയത്തില്ല. അന്വേഷിക്കുക സിസ്റ്റർ, എന്തായാലും പ്രാർത്ഥിക്കുക അവർക്ക് വേണ്ടി കേട്ടോ. ആലോചന കേൾക്കുക, എന്നിട്ട് അവരോട് ചോദിക്കുക. അത് ചോദിച്ചതിന് ശേഷം അവരുമായിട്ട് ബന്ധപ്പെട്ടതെങ്കിൽ ആമേൻ പറഞ്ഞ് സ്വീകരിച്ചോളാൻ പറയണം. ദൈവം ആലോചനയിൽ വിശ്വസ്തനായതുകൊണ്ട് ദൈവപ്രവർത്തിക്ക് വേണ്ടി കർത്താവ് ഒരുക്കും കേട്ടോ. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു. പറഞ്ഞു.
എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു ആലോചന പറഞ്ഞു. നെല്ലിക്കയുടെ കാര്യം അത് ഞാൻ ഏറ്റെടുക്കുന്നു. ഇന്നലെ പടലിയുടെ ഭാഗത്ത് വേദനയുണ്ടെന്ന് പറഞ്ഞ് കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച് ഇന്ന് വേദന ഒട്ടുമേ ഇല്ല. എല്ലാം പൂർണ്ണമായി മാറി. ദൈവത്തിന് സ്തോത്രം. നന്ദി കർത്താവ്, അങ്ങ് തൊട്ട കൃപയ്ക്ക് നന്ദി. അടയാളം ഓരോ ആലോചന അത് ഇടപെട്ട പോലെ തന്നെ നിങ്ങളത് സ്വീകരിച്ചല്ലോ. പിന്നെ കർത്താവ് സൗകര്യത്തിന് കൊടുത്ത സൗഖ്യത്തിന് നന്ദി. വേദന വിട്ട് മാറി കൃപയ്ക്ക് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു പ്രിയരെ. മറ്റാരുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. പറയാനുള്ളവർ വല്ലതും ആണോ മൈക്ക് മ്യൂട്ട് മാറ്റിയിരിക്കുന്നത്? പറഞ്ഞു. പറഞ്ഞു. 30-ാം തീയതി ബ്രദർ ഒരു ആലോചന പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്കതൊന്ന് കേൾക്കാനായിട്ട് പിന്നെ അതിന്റെ റെക്കോർഡ് കിട്ടിയില്ലായിരുന്നു. ഈ എക്സ്ട്രാ 1-2 മെസ്സേജുകൾ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തതും അതുകൊണ്ടാണ് ഞാൻ ഈ പലപ്പോഴും നിങ്ങൾ കഴിവെങ്കിൽ എല്ലാവരും സൂമിൽ തന്നെ പങ്കുചേരാൻ പറഞ്ഞത്. ഞാൻ ചില സമയത്ത് നമുക്ക് ഓഡിയോ ക്രാഷായി പോകുന്നതുകൊണ്ട് എനിക്ക് കഴിഞ്ഞ ഒത്തിരി പേര് ചോദിച്ചു. എനിക്ക് വന്നത് 31 കഴിഞ്ഞ കുറേ മീറ്റിങ്ങുകൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലൈവിലൊന്ന് ചെക്ക് ചെയ്യുക, ഡേറ്റിലുണ്ടോ, 30-ാം തീയതിയിലുണ്ടോ? ലൈവ് എവിടെ പോയിട്ടാ കിട്ടുക? അങ്ങനെ അത് യൂട്യൂബിൽ സിസ്റ്ററെ നമ്മുടെ ട്രൂ ലൈറ്റ് ജനറേഷൻ എന്നുള്ള യൂട്യൂബ് ചാനലിൽ പോയിട്ട് അതിൻ്റെ അകത്ത് നമ്മുടെ എംബ്ലം കാണുന്നുണ്ടല്ലോ, ആ എംബ്ലം നോക്കിയിട്ട് അതിൻ്റെ അകത്ത് ലൈവ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓരോ ഡേറ്റ് നോക്കും. എനിക്കൊന്ന് 1-2 ഡേറ്റുകൾ മിസ്സായിട്ടുണ്ട്. കാര്യം സൗണ്ട് ക്രാഷായി പോയിട്ടുണ്ട് ചിലതിൻ്റെ ലൈവിൻ്റെ. അപ്പോൾ ചിലത് നിങ്ങൾ കഴിവതും നിങ്ങൾ യൂട്യൂബിലെ കാണുന്നവർ ജോയിൻ ചെയ്യുക. ഇത് കർത്താവിനെ നോക്കുക കേട്ടോ, ആ ഡേറ്റിൽ നോക്കുക. ഗോഡ് ബ്ലെസ് യു. 30-ാം തീയതി എനിക്ക് വന്നു. ആ ഡേറ്റിൽ എനിക്ക് വന്നത് ഒരെണ്ണം മിസ്സായിട്ടുണ്ട്. പറഞ്ഞു. പറഞ്ഞു. ഒരാഴ്ച കൊണ്ട് തലവേദനയായിരുന്നു. ഇന്നലെ എനിക്ക് ഭയങ്കര തലവേദനയായിരുന്നു. പക്ഷെ ഇന്നലത്തെ ആ രോഗസൗഖ്യ പ്രാർത്ഥനയില്ല തലവേദന ഉച്ച സമയത്ത്. നന്ദി കർത്താവ്, അങ്ങ് സൗഖ്യമാക്കി കൃപയ്ക്ക്. ഒരാഴ്ചയായിട്ടുള്ള വേദനയായിരുന്നു. കർത്താവ് അത് പൂർണ്ണ സൗഖ്യമാക്കി യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാൻ? ഹലോ, പറഞ്ഞു. ഞാൻ പാലക്കാട് നിന്ന് സാവിത്രിയാണ്. ഇന്നലെ ഒരു കല്യാണി എന്ന് പറഞ്ഞ ഒരു അമ്മനെ പറ്റി പറഞ്ഞല്ലോ, അത് എന്റെ അമ്മയും കൂടെയാണ്. എന്റെ അമ്മ മരിച്ചിട്ട് 14 വർഷമായി. ഞങ്ങൾ 9 മക്കളാണ്, അച്ഛനും അമ്മയ്ക്കും. ഞങ്ങൾ ഇപ്പോഴും പഴയ ആ ശാപത്തിൽ കിടക്കുന്ന കുടുംബമാണ് ഞങ്ങളുടെ. ഞാൻ മാത്രമേ ദൈവത്തിലേക്ക് വന്ന് നോക്കണം. ഫോട്ടോ എനിക്ക് ഇത് ഇങ്ങനെ ഷെൽഫിൽ വെച്ചിരിക്കുകയാണ്. എന്നാ ഷെൽഫ് കണ്ണട ഇല്ലാത്ത ഷെൽഫാണ്, അല്ലാതെ വേറെ സെപ്പറേറ്റ് ആയിട്ട് അത് എന്റെ വീട്ടിലുണ്ട്. അത് ഞാനും കൂടി ഏറ്റെടുക്കുകയാണ് ബ്രദറെ. ഏറ്റെടുത്ത് വെച്ചിട്ട് പറഞ്ഞോളൂ, എൻ്റെ കുടുംബത്തിൻ്റെ അകത്ത് രോഗത്തിനോ ശാപത്തിനോ ഒന്നിനും അവകാശമില്ല. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ കുടുംബത്തിൻ്റെ മേൽ സകല രോഗശാപശക്തികളെയും ആത്മാവിൽ വെട്ടിമാറ്റുന്നു. പൂർണ്ണ അത്ഭുതത്തെ കൽപ്പിക്കുന്നപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. ആമേൻ. മറ്റാരുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞു പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ ഇന്ന് വിശ്വസിക്കുന്നവരെല്ലാം ദൈവസന്നിധി ഏറ്റു പറഞ്ഞാടെ, പ്രത്യേകിച്ച് ലൈവിൽ കാണുന്നവരെ